വായിച്ച വേദഭാഗത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. வாசித்த வேத பகுதியிலே நாம் இப்படி பார்க்கிறோம். ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നൊരു പേരുള്ള ഒരു പുരുഷൻ, ஆயக்காரருக்கு தலைவனும் സഗേയു എന്ന് പേരുള്ളവനുമാകിയ ഒരു ഐശ്വര്യവാനാകിയ അവൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. യേശു എപ്പടിപ്പെട്ടവരോ എന്ന് പാർക്കാൻ ആശയായിരുന്നാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനാണ് എന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആണ്ടവർ എപ്പടിപ്പെട്ടവർ എന്ന് ഇന്ന് ഇരവ് വേളയിലെ ഉങ്ങളോട് പ്രസംഗം பண்ணுகிறேன். ഓരോ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനത്തിന്റെ വിടുതൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിനകത്തളങ്ങളിലും ഇന്ന് രാത്രിയിൽ സംഭവിക്കും. ஒவ்வொரு வசனங்களை கேட்டுக்கொண்டிருக்கும் போது அந்த വചനത്തിനാൽ സംഭവിക്കുന്ന വിടുതൽ ഉങ്ങളുടെ കുടുംബങ്ങളിലെ സംഭവിക്കും. ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ താമസിക്കുന്നത് എരിഹോ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. இந்த സഗേയു എന്ന മനുഷ്യൻ വാസം பண்ணுவது എരിഹോ എന്ന പട്ടണത്തിൽ. എരിഹോ എന്ന പട്ടണത്തെ കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. എരിഹോ എന്ന പട്ടണത്തെ പറ്റി നമുക്ക് നന്നാக தெரியும். യോശുവയുടെ കാലഘട്ടത്തിൽ എരിഹോ പട്ടണത്തെ മുഴുവനുമായി യോശുവയും ജനവും തകർത്ത് കളഞ്ഞതാണ്. യോശുവാവിൻ കാലത്തിലെ എരിഹോ പട്ടണം മുഴുവനും യോശുവാവും ജനങ്ങളുமாக അഴിച്ചു പോട്ടാர்கள். എന്നാൽ കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞതിന് ശേഷം, ஆனால் ചില കാലങ്ങൾ കഴിഞ്ഞ പിറகு ആ പട്ടണം വീണ്ടും പണിയപ്പെടുവാനിടയായി. அந்த പട്ടണം മറുപടിയും കട്ടപ്പെടാൻ ആരംഭിച്ചത്. ആ പട്ടണത്തിനകത്ത് പാർക്കുന്ന ജനങ്ങളിൽ ഒരു മുഖ്യനായ മനുഷ്യനായിരുന്നു ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ. அந்த പട്ടണത്തിൽ വാസം ചെയ്യുന്ന മനുഷ്യരിൽ ഒരു പ്രധാനപ്പെട്ട മനുഷ്യനായിരുന്നാൻ இந்த സഗേയു என்பவன். അദ്ദേഹത്തിന്റെ ജോലി തന്നെ നമുക്കറിയാം. അദ്ദേഹം എന്താണ്? ചുങ്കക്കാരനാണ്. அந்த മനുഷ്യന്റെ വേല എന്നവെന്ന് നമുക്ക് தெரியும். அந்த മനുഷ്യൻ ആയം പിരിക്കുന്നവൻ. അദ്ദേഹം ആ റോമൻ ഗവൺമെന്റിന്റെ തീരുമാനത്തിന് പ്രകാരം ജനത്തിന്റെ കയ്യിൽ നിന്ന് കരം പിരിച്ച് ആ ഗവൺമെന്റിൽ അടയ്ക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. റോമ அரசாங்கம் கொடுத்ததான அதிகாரத்தின்படி ஜனத்திலிருந்து கரம் பிரித்து அந்த அரசாங்கத்துக்கு ஒப்படைக்கிறவனாണ് அந்த മനുഷ്യൻ. എന്തായാലും ഇദ്ദേഹം പിരിക്കുന്ന കരം മുഴുവനും അടയ്ക്കുന്നുവോ എന്നുള്ളത് സംശയമാണ്. ஆனால் அந்த மனுஷன் பிரிக்கிறதான அந்த பணம் முழுவதையும் അടയ്ക്കാനാ என்பது സന്ദേഹംதான். മാത്രമല്ല ഗവൺമെന്റ് പറയുന്നത് ഒഴികെ ഇദ്ദേഹം പിരിക്കുന്നുവോ എന്നതും സംശയമാണ്. மட்டுமல்ல ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്നവർക്ക് അധികമായും இந்த മനുഷ്യൻ പിരിച്ചെടുക്കാനാ என்பதுം സന്ദേഹംதான். കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം യേശുവിനോട് പറയുകയാണ്, ഞാൻ അധികമായിട്ട് വാങ്ങിയത് ഞാൻ മടക്കി കൊടുക്കാം. കാരണം യേശുവോട് അവനെ വായി തുറന്ന് ചൊല്ലുகிறான், ഞാൻ ഏതാവതും അന്യായമായി വാങ്ങിയത് ഉണ്ടായാൽ തിരുമ്പ കൊടുக்கிறேன். ഇന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നമുക്കറിയാം, എല്ലാവരുമല്ല, ആമേൻ. എന്നാൽ ചിലർ, എല്ലാവരും അല്ല, ചില ഗവൺമെന്റ് വേലക്കാരങ്ങളെ നമുക്ക് தெரியும். അവർക്ക് കിട്ടുന്ന ശമ്പളം ഒഴികെ അവർ കിമ്പളവും കൂടെ വാങ്ങാറുണ്ട്. അവർ കിടക്കുന്ന ശമ്പളം അല്ലാமல் കിമ്പളവും അഥവാ കൈക്കൂലി വാങ്ങുന്നവരുണ്ട്. കൈക്കൂലി കൂടെ വാങ്ങുവാർ. അത് അന്യായമായി സമ്പാദിക്കുന്നതാണ്. അന്യായമായ സമ്പാദ്യം. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ ദൈവാത്മാവിൽ ഞങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുന്നു. இந்த சத்தத்தை கேட்கிற யாராவது அப்படிப்பட்டவர்களா இருப்பீர்களானால் இன்று நீங்கள் மனம் திரும்ப வேண்டும் என்று கர்த்தருடைய நாமத்தில் உங்களை நினைவுபடுத்துகிறோம். അങ്ങനെ വാങ്ങുന്ന ഒരു രൂപയും നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒരു കാലത്തും പ്രയോജനപ്പെടുകയില്ല. அப்படி வாங்குகிறதான ஒரு ரூபாயும் உங்களுக்கோ உங்கள் தலைமுறைகளுக்கோ அது ஆசீர்வாதமானதல்ல. ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ധനവാനായിരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. സഗേയു என்பவன் ഐശ്വര്യവാനായിരുന്നാൻ രണ്ട് വചനത്തിൽ പഠിക്കുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. അവൻ ആയക്കാരർക്ക് തലവനായിരുന്നാൻ എന്ന് പഠിക്കുന്നു. ഇവൻ എന്തായാലും നല്ല പൊസിഷൻ, ഉയർവ് ഇവന് കിട്ടിയ മനുഷ്യനാണ്. ഇവൻ ഒരു നല്ല ഉയർന്ന നിലയിൽ ഇരിക്കുന്നതാണ് മനുഷ്യൻ. ആ ഉയർന്ന നിലവാരത്തിലിരുന്ന ഈ സക്കായി, ഉയർന്ന നിലയിൽ ഇരുന്നതാണ് இந்த സഗേയു, വളരെ ധനമുണ്ടായിരുന്ന ഈ സക്കായി, ரொம்ப ഐശ്വര്യം ഇരുന്നതാണ് இந்த മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം വന്നു, എനിക്ക് എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് കാണണം. அந்த മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു വിരുപ്പം ഉണ്ടായിരുന്നു, എപ്പോഴാவது യേശുവെ എനിക്ക് பார்க்க வேண்டும். ആ കാണണം എന്നുള്ള പദത്തിനകത്ത് ഒരു പ്രത്യേകത ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാണ வேண்டும் എന്നതാണ് அந்த പദത്തിൽ ഒരു വിശേഷമായ കാര്യത്തെ ഇവിധമായി பார்க்கிறோം. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണണം. യേശു എപ്പടിപ്പെട്ടവരോ എന്ന് பார்க்க வேண்டும். ഹല്ലേലൂയ. നമ്മൾ എത്ര പേരാണ് കർത്താവിനെ കാണാൻ വെമ്പൽ കൊള്ളുന്നവർ? നമ്മുടെ ആണ്ടവരെ பார்க்க வேண்டும் என்ற ஏக்கம் நமக்கு எத்தனை பேருக்கு இருக்கிறது? സ്തോത്രം. കർത്താവ് വേഗത്തിൽ കടന്നു വരും, കർത്താവ് മേഘാരൂഢനായി കടന്നു വരും, നമ്മെ ചേർക്കുമെന്നെല്ലാം നമ്മൾ വിളിച്ചു പറയാറുണ്ട്, നമ്മൾ പ്രത്യാശിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. നമ്മുടെ ആണ്ടവർ മേഘത്തിലെ എவ்வளவு சீக்கிரമായി നമ്മെ അழைத்து கொண்டு പോകുമ്പോഴേക്ക് വരുവാർ എന്ന് നാം എല്ലാവരും സന്തോഷിപ്പതുണ്ട്. എന്നാൽ കാണുവാൻ ഒരുക്കം എത്ര പേർക്കാണ് ഇന്ന് രാത്രികാലമുള്ളത്? അവരെ കാണ வேண்டும் എன்ற ആയത്തം ഇന്ന് ഇരവ് വേളയിൽ എത്ര പേർക്കുണ്ട്? ആമേൻ. തിരുവചനം വിളിച്ചു പറയുന്നു, കർത്തരുടെ വചനം ചൊല്ലുகிறது, അതിരാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. കാലയിലെ ഞാൻ ഉമക്കായി ആയത്തമായി കാത്തിരിപ്പേൻ. ആമേൻ. ദൈവത്തിനെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. കർത്തർക്ക് കാത്തിരിക്ക
பார்க்கிறவர்கள் ஒருபோதும் வெட்கப்படுவதில்லை. കർത്താവിനെ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അടുക്കൽ ഇറങ്ങി വരുവാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. கர்த்தரை காண்பதற்கு நீங்கள் விரும்புகிறீர்கள் என்றால் அவர் உங்கள் பக்கத்திலே இன்றும் வருவார் என்பது சத்தியம். ഹല്ലേലൂയ. ஹல்லேலூயா. നമുക്ക് പലർക്കും ഇല്ലാത്ത ആഗ്രഹം സക്കായിക്കുണ്ടായി. அநேகருக்கு இல்லாத விருப்பம் சகேயுக்கு உண்டானது. ആമേൻ. ഇന്ന് അല്പം ധനമുണ്ടെങ്കിൽ, இன்று சிலருக்கு கொஞ்சம் ஐஸ்வர்யம் இருக்குமானால், ആമേൻ, നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, நல்லொரு வேலை இருக்குமானால், അവർ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിക്കാറില്ല. அப்படிப்பட்டவர்கள் இயேசுவை பார்க்க வேண்டும் என்ற ஆசை ஒன்றும் இல்லை. അവർ ഊട്ടി കാണണമെന്ന് ആഗ്രഹിക്കും. அவர்கள் ஊட்டியை பார்க்க வேண்டும் என்று விரும்புவார்கள். അമേരിക്ക കാണണമെന്ന് ആഗ്രഹിക്കും. அமெரிக்காவை பார்க்க வேண்டும் விரும்புவார்கள். എന്നാൽ യേശുവിനെ കാണണമെന്ന് അവർ ആഗ്രഹിക്കാറില്ല. இயேசுவை காண வேண்டும் എന്നുള്ള ആശ ഉണ്ട് അവർക്ക്. എന്നാൽ ഈ സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ஆனால் സഖേയു എന്ന മനുഷ്യൻ യേശുவை காண விரும்பினான். അവൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ചു. യേശു എപ്പടിപ്പെട്ടവർ എന്ന് பார்க்க விரும்பினான். ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. നിങ്ങൾ ഈ ശബ്ദം കേട്ട് ഉറങ്ങി പോകരുത്. இந்த സത്തത്തെ കേട്ട് നിങ്ങൾ തൂങ്ങി വിടകൂടാതെ. നിങ്ങൾ എല്ലാവരും കണ്ണു തുറന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ എല്ലാവരും കണ്ണുകളെ തുറന്ന് നന്നാக കേൾக்கிறீர்கள் എന്ന് ഞങ്ങൾ புரிந்து கொள்கிறோம். നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനെന്ന് നമ്മൾ ഇന്ന് രാത്രിയിൽ കാണണം, അനുഭവിക്കണം. നാം നമ്മുടെ ആണ്ടവർ എപ്പടിപ്പെട്ടവർ എന്ന് ഇന്ന് இரவு വേളയിൽ നമുക്ക് കാണവും വേണ്ടു, അവരെ രുചിക്കവും വേണ്ടു. ഈ മനുഷ്യൻ യേശുവിനെ കാണുവാൻ വേണ്ടി പരിശ്രമിച്ചു. இந்த மனுஷன் இயேசுவை காண்பதற்காக ஒரு வெம்பல் கொண்டான். അദ്ദേഹത്തിന്റെ പേരാണ് സക്കായി. அந்த மனுஷனுடைய பெயர் சகேயு. എന്നാൽ നമ്മുടെ പിള്ളേരെല്ലാം അദ്ദേഹത്തിന് ഒരു പേരിട്ടിട്ടുണ്ട്, കുള്ളൻ സക്കായി. ஆனால் അനേകർ அந்த മനുഷ്യനുக்கு ഒരു പേരിട്ടിരിக்கிறார், കുള്ളൻ സക്കായി. അല്ലെ? എല്ലാരും പറയുന്നത് ഈ സക്കായി എന്ന് പറയുന്നത്, ചിലർ കരുതുന്ന അങ്ങനെയാണ്, സക്കായി എന്ന് പറഞ്ഞാല് കുള്ളൻ എന്നാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ പേര് സക്കായി എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ചെറുതാണ്. അനേകർ நினைப்பது சகேயு என்ற பெயர் அப்படி சொன்னாலே அவன் குள்ளமானவன். அப்படி அல்ல, அந்த மனுஷனுடைய பெயர் சகேயு, அவனுடைய உயரம் கொஞ்சம் குறைவா இருந்தது. ഈ ഉയരം കുറഞ്ഞ മനുഷ്യൻ ആള് വില്ലനായിരുന്നു. இந்த உயரம் குறைந்ததான மனுஷன் ஆளு ரொம்ப சாமர்த்தியசாலியா இருந்தார். ഹല്ലേലൂയ. ആമേൻ. അപ്പൊ അദ്ദേഹം യേശുവിനെ കാണാൻ പരിശ്രമിച്ചു. அந்த மனுஷன் இயேசுவை காண விரும்பினான். അപ്പൊ യേശുവിനെ ഒരിക്കലും ഒറ്റയ്ക്ക് കാണാൻ പറ്റത്തില്ല. இயேசுவை தனிமையிலே ஒருபோதும் பார்க்க முடியாது. കാരണം യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് കൂടെയുണ്ട്. കാരണം യേശുവിൻ സീസറുകൾ അവരോട് കൂടെ ഉണ്ട്. യേശുവിനെ അനുഗമിക്കുന്ന ഒരു പുരുഷാരം യേശുവിന്റെ കൂടെയുണ്ട്. യേശുவை പിൻപറ്റുகிறதான ഒരു பெரிய கூட்டம் ஜனம் അവരോടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ പിള്ളകളെ, നാം കർത്താവിനെ അനുഗമിച്ചില്ലെങ്കിൽ മറ്റൊരു വിഭാഗം കർത്താവിനെ അനുഗമിക്കാനിടയായി തീരും. നാം കർത്തരെ പിൻപറ്റ മനതില്ലാതിരുപ്പോമാനാൽ വേറൊരു കൂട്ടം കർത്തരെ പിൻപറ്റും. എപ്പോഴും കർത്താവിനെ അനുഗമിക്കുന്നവരായി ഞാനും നിങ്ങളും മാറ്റപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എപ്പോഴും കർത്തരെ പിന്തുടരുகிறவர்களாய் നാനും നിങ്ങളും ആകട്ടും എന്ന് കർത്തരുടെ കൃപ കിടപ്പதாக. ഈ സക്കായി പരിശ്രമിച്ചിട്ടും സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ല. അവൻ സഖേയു വിരുമ്പിനാലും അവനാൽ യേശുവെ பார்க்க முடியவில்லை. കാരണം തന്റെ മുൻപിൽ നിൽക്കുന്നത്, യേശുവിനെ ചുറ്റി നിൽക്കുന്നവരെല്ലാം തന്നെക്കാൾ ഉയരമുള്ളവരാണ്. യേശുവെ സൂழ்ந்திருக்கிறவர்கள் எல்லாரும் தன்னை விட உயரமானவர்கள். അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചാടി നോക്കിയിട്ടും യേശുവിനെ കാണാൻ പറ്റിയില്ല. ആകയാൽ அந்த മനുഷ്യൻ തുള്ളി பார்த்தாலும் യേശുവെ കാണാൻ முடியவில்லை. ഇദ്ദേഹം ഒന്ന് കുനിഞ്ഞ് നടന്നു നോക്കിയിട്ടും ഒന്ന് ആൾക്കാരുടെ ഇടയിൽ കൂടെ നോക്കിയിട്ട് യേശുവിനെ കാണാൻ പറ്റിയില്ല. യേശുവെ ஒன்று அந்த மனுஷன் കുനിந்து பார்த்துം ആൾക്കാരുടെ ഇടയിൽ കൂടെ பார்த்து விடலாம் എന്ന് നിனைத்தாൽ முடியவில்லை. ഈ സക്കായി അതുകൊണ്ട് പരിശ്രമം നിർത്തിക്കളഞ്ഞില്ല. அந்த மனுஷன் அந்த இயேசுவை காண வேண்டும் என்றுള്ളதான அந்த விருப்பத்தை நிறுத்திவிடவில்லை. നമ്മളാറ്റി ആയിരുന്നെങ്കിൽ, നാമായിരുന്നാൽ നമ്മൾ ഒന്നോ രണ്ടോ പരിശ്രമമൊക്കെ നടത്തിയിട്ട് ഒന്ന് രണ്ട് മുയற்சிകളെല്ലാം നാം എടുത്ത പിൻപ് കാണാൻ പറ്റിയില്ല, ഇനി നമ്മൾ ആ കാണൽ പരിപാടി നിർത്താൻ പോകുകയാണ്. കാണാൻ முடியவில்லை, அதனாலே அந்த வேலையை நம்ம நிறுத்தி விடுவோம். ആമീൻ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നാം ജപിപ്പോം. ഒരു വിഷയത്തിന് വേണ്ടി കുറെ നാൾ പ്രാർത്ഥിക്കും, ഒരു കാര്യത്തിற்காக கொஞ்ச நாள் ജപിപ്പോം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നാൽ அந்த ஜெபத்திற்கு பதில் வராமல் പിന്നെ ആ പ്രാർത്ഥന നിർത്തും. பிறகு அந்த ஜெபத்தை நிறுத்தி விடுவோம். എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതൽ, ஆனால் ஒரு தேவனுடைய பிள்ளை, ആമീൻ, പരിശ്രമം നിർത്തിക്കളയുന്ന വ്യക്തിയായി ഇരിക്കരുത്. முயற்சியை நிறுத்தி விடுகிற ஆளா இருக்க கூடாது. ആമീൻ. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, கர்த்தருடைய வசனம் இப்படி சொல்லுகிறது, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. நான் கர்த்தருக்காய் பொறுமையுடன் காத்திருந்தேன். ആമീൻ. കാത്തിരുന്നു. பொறுமையுடன் காத்திருந்தேன். എന്റെ ദൈവം എന്റെ നിലവിളി കേട്ടു. கர்த்தரின் கூப்பிடுதலை கேட்டார். ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, என்னை கேட்கிற கர்த்தருடைய பிள்ளைகளே, നിങ്ങൾ ഒരു കാലത്ത് പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ പോയ വിഷയം നിങ്ങൾ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു സമയത്തിലെ നിങ്ങൾ ജപിച്ച കാര്യങ്ങൾ நிறைவேறாவிட்டால் നിങ്ങൾ அதை നിർത്തിയിരിப்பீர்களാണ്. 2026 ഈ ജനുവരി 14 തീയതി രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, 2026 ജനുവരി 14 തീയതിയാകിയ ഇന്ന് ഉங்களிடத்தில் കൂപ്പിട്ട് ചൊല്ലുகிறேன், നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും നിങ്ങൾ തുടരുമെങ്കിൽ ഈ ആണ്ടിൽ നിങ്ങൾ മറുപടി കാണാനായി പോകുകയാണ്. உங்களுடைய ஜெபத்தை நீங்க தொடருவீர்களானால் அதன் மறுபடியை இந்த ஆண்டிலே பார்ப்பீர்கள். ഹന്ന പലവട്ടം തന്റെ ആകുലങ്ങൾ ദൈവത്തോട് പറഞ്ഞവളാണ്. അന്ന അനേകം തരം തന്റെ വ്യാകുലത്തെ കർത്തരോട് ചൊന്നവൾ, തന്റെ ഭർത്താവിനോട് പറഞ്ഞവളാണ്, തന്റെ പുരുഷനോട് ചൊന്നവൾ.
എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് മുഴങ്കാൽ മടക്കി. ஆனால் ஒரு நாள் கர்த்தருடைய பாதபடியிலே போய் முழங்கால் படியிட்டாள். അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ, அவளுடைய உள்ளத்தை கர்த்தருடைய சமூகத்திலே ஊற்றின போது, അന്ന് അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമായി തീർന്നു. அன்று அவளுடைய ஜெபத்திற்கு மறுபடி கிடைத்தது. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, இந்த இரவுவேளையில் கேட்கிற கர்த்தருடைய பிள்ளைகளே, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ നിർത്തിക്കളയരുത്. உங்களுடைய ஜெபத்தை விட்டுவிடக் கூடாது. കാത്തിരിപ്പ് നിങ്ങൾ നിർത്തിക്കളയരുത്. நீங்கள் தேவனுக்கு காத்திருப்பதை நிறுத்த നീ கூடாது. പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലാണ്. நீ ஜெபிப்பது ஜெபத்தை கேட்கிற ஜீவனுள்ள தேவனிடத்தில். ആ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. அந்த தேவன் உன்னுடைய ஜெபத்தை கேட்கத்தான் செய்வார். കർത്താവ് യേശു പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. இயேசு சொன்னார், മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. விட்டுவிடாமல் சோர்ந்து போகாமல் ஜெபிக்க வேண்டும். ആമേൻ. ലഭിക്കുന്നത് വരെയും നാം പ്രാർത്ഥിക്കണം. பெற்றுக்கொள்ளும் வரை ஜெபிக்க வேண்டும். യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. கேளுங்கள், அப்பொழுது உங்களுக்கு கொடுக்கப்படும். ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. കാരണം നമ്മുടെ ആണ്ടവർ ജീവനുള്ളവർ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് പറയാം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പക്കത്തിലെ കൈയോട് ചൊല്ലുங்கள், നമ്മുടെ ആണ്ടവർ ജീവനുള്ളവർ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ആണ്ടവർ ജീവിக்கிறார். നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ജപത്തെ കേൾക്കുന്ന കർത്താവ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അനേക നാളുകളായി മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയെ എന്റെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ കൊണ്ടുതരുവാൻ പോകുകയാണ്. കർത്താവിന്റെ നാമത്തിൽ കൂപ്പിട്ട് ചൊല്ലുകിற അനേക നാളുകളായി തടയപ്പെട്ടിരിക്കുന്ന ഉങ്ങളുടെ ജപത്തിന്റെ മറുപടിയെ നമ്മുടെ ദൂതനെ അനുപ്പി ഇന്ന് ഇരവ് വേളയിൽ നൽകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ அப்படி സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ அப்படி വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. அதை നമ്പുகிறവர்கள் ഇന്ന് ഇരവ് വേളയിലെ കർത്തരെ മഹിമപ്പെടുത്തலாம். ഈ രാത്രിയിൽ ലോകത്തിലെ ദുഷ്ടാത്മ സേന എന്റെ ദൈവം വെട്ടിക്കളയുകയാണ്. ഇന്ന് ഇരവ് വേളയിലെ വാനമണ്ഡലങ്ങളിൽ പൊല്ലാത്ത ആവികളെ കർത്തർ വെട്ടിപ്പോടുകയാണ്. മറുപടിയെ തടുക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ കർത്താവ് വെട്ടിക്കളയുകയാണ്. ജപത്തിൻ പതിലെ തടയ பண்ணுகிற ശത്രുവിന്റെ എല്ലാ വല്ലമകളെയും വെട്ടിപ്പോടുകയാണ്. നിന്റെ കരങ്ങളിൽ ആ പ്രാർത്ഥനയുടെ മറുപടിയെ കർത്താവ് കൊണ്ടുതരുന്നു. ഉൻ കൈകളിലെ அந்த ജപത്തിൻ പതിലെ കർത്തർ കൊണ്ടുതരുവാർ. ഹല്ലേലൂയ. ആമേൻ. ഈ സക്കായി തന്റെ പരിശ്രമം നിർത്തിയില്ല. அந்த സഖായി என்பவன் தன்னுடைய முயற்சியை கைவிடவில்லை. അവൻ ഓടി. അവൻ ഓടിപ്പോനാൻ. മുൻപിലോട്ട് ഓടി. മുന്നോട്ട് ഓടിനാൻ. യേശു ഇതാ നടന്നു വരികയാണ്. യേശു നടന്നു വരുகிறார். അവൻ മുൻപിലോട്ട് ഓടി. ഇവൻ മുന്നോട്ട് ഓടിനാൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എങ്ങോട്ടാ ഓടുന്നത്? നാം എങ്ങോട്ട് ഓടും? ആത്മീകത്തിൽ നമ്മൾ എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ആവിക്കുரிய വഴിയിൽ നാം എങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു? 2025 ആണ്ടിൽ നമ്മുടെ ആത്മീകം എങ്ങനെയാണ് ഓടിയത്? നമ്മുടെ 2025 വർഷത്തിലെ നമ്മുടെ ആവിക്കുரிய ജീവിതം എപ്പടി ഓടുന്നത്? ഈ ജനുവരി 1 തീയതി ആയപ്പോൾ നമ്മൾ തീരുമാനം എടുത്തു. ഇന്ന് ജനുവരി 1 തീയതി നാം ഒരു തീരുമാനമെടുത്തു. 2025 എനിക്ക് പരാജയം സംഭവിച്ചു. 2025 അനേക തോൽവികൾ എനിക്ക് സംഭവിച്ചു. 2025 പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. 2025 ഞാൻ ജപത്തെ വിട്ടുവിട്ടേൻ. ഈ ആണ്ടിൽ ഞാൻ കാണിച്ചു തരാം. இந்த ആണ്ടിലെ ഞാൻ കാട്ടി തരുகிறேன். ഞാൻ ഈ ആണ്ടിൽ ഞാൻ ശരിയാകും. இந்த ആണ്ടിൽ ഞാൻ ശരിയാവേ. ഈ ആണ്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. இந்த வருஷத்துல நான் நன்றாக ஜெபிப்பேன். ബൈബിൾ മുഴുവനും വായിച്ചു തീർക്കും. ബൈബിളை മുഴുവതുமாக വാസിத்து முடிப்பேன். ഒരു തിരുമേശയും മുടങ്ങത്തില്ല. ഒരു തിരുമേശ തിരുവരുന്ന ആരാധനയെ ഞാൻ മുടക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ 14 തീയതി ആയപ്പോ 14 തീയതി ആനപ്പോത് തീരുമാനം എങ്ങനെ ഇരിപ്പുണ്ട്? തീരുമാനം എപ്പടി ഇരിക്കുന്നത്? എത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റി? എത്ര സമയം ജപിക്കാൻ മുടിയുന്നത്? എത്ര അധ്യായം വചനം വായിക്കാൻ പറ്റി? എത്ര അധികാരങ്ങൾ ബൈബിൾ വാസിക്കാൻ മുടിയുന്നത്? നമ്മൾ ഇന്ന് രാത്രി നമ്മെ ഒന്ന് പരിശോധിക്കണം. നമ്മെ താമേ നിരവളിയിൽ ഒരു പരിശോധിപ്പോ. സക്കായി പുറകിലോട്ട് ഓടിയില്ല. സഖായി പിന്നാകെ ഓടവില്ലേ. അവൻ മുൻപിലേക്ക് ഓടി. അവൻ മുൻപാകെ ഓടിനാൻ. മുൻപിലേക്ക് ഓടിയ സക്കായി മുന്നാകെ ഓടിന സഖായി ഒരു കാട്ടത്തിയിൽ കയറി. ഒരു കാട്ടത്തി മരത്തിലേറിനാൻ. ഹല്ലേലൂയ. ആമേൻ. ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ. നല്ല ബുദ്ധിമാൻ സഖായി. പൊക്കം കുറഞ്ഞവനാണെങ്കിലും ഉയരം കുറഞ്ഞവനുണ്ടാകും. നേരത്തെ പറഞ്ഞ ആള് വില്ലനാണ്. ആള് ரொம்ப സമർത്ഥശാലി. കരമൊക്കെ പിടിച്ചെടുത്ത് ഇവൻ ആമേൻ നല്ല ധനവാനായി. കരമെല്ലാം പിരിത്ത് ഇവൻ നല്ല ഐശ്വര്യവാനാണ്. 2 ഇവൻ ചുങ്കക്കാരുടെ പ്രമാണിയായി. ഇവൻ ആയക്കാർക്ക് തലവരായിരുന്നാൻ. ആമാ. ഇപ്പൊ നമ്മൾ വായിക്കുന്നു അവൻ ബുദ്ധിമാനാണ്. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കുന്ന അവൻ ബുദ്ധിമാനാണ്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നു അവൻ ரொம்ப തിറമശാലി. അവൻ ഓടി സ്തോത്രം എവിടെ കയറി? അങ്ങ് കാട്ടത്തിയുടെ മുകളിൽ കയറി. അവൻ ഓടിപ്പോയി കാട്ടത്തി മരത്തിന്മേലേറിനാൻ. ഹല്ലേലൂയ. കാട്ടത്തി എന്ന് പറയുന്നത് സർവ്വസാധാരണ വനപ്രദേശങ്ങളിൽ വളരുന്ന ഒന്നാണ് കാട്ടത്തി. കാട്ടത്തി വൃക്ഷം എന്നത് വനപ്രദേശങ്ങളിലെ വളരുന്ന ഒരു മരം. അത് ആരും വെള്ളമൊഴിച്ചു കൊടുത്ത് വളർത്തുന്നതല്ല, അത് താനെ വളരുന്നതാണ്. അത് ആരും നട്ട് വെള്ളം ഊറ്റി വളർത്തുകയല്ല, തന്നെ താനെ വളരുന്നത്. നാട്ടത്തി എന്ന് പറയുന്നത് വെള്ളമൊഴിച്ചു കൊടുത്ത് വീട്ടിനകത്ത് വീടിന്റെ അതിരുകളിൽ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ വളർത്തുന്നതാണ് നാട്ടത്തി എന്ന് പറയുന്നത്. നാട്ടത്തി എന്ന് ചൊല്ലുക നല്ല അത്തി വീട്ടിൻ പക്കങ്ങളിലെ നട്ട് തണ്ണി ഊറ്റി വളർത്തിയെടുക്കുന്നത്. ഇതിന് രണ്ടിനും ഒത്തിരി പ്രത്യേക
പ്രത്യേകതകളുണ്ട്, അത് നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. ഇവ രണ്ടുക്കും രണ്ട് പെരിയ വ്യത്യാസങ്ങളുണ്ട്, அந்த ഭാഗത്തെ ഞാൻ വിടുകറേ. സ്തോത്രം. ഇതിന്റെ ഫലമൊന്നും മനുഷ്യര് കഴിക്കാറില്ല. ഇത് കയ്പുള്ളതാണ്, ഇത് കട്ടിയുള്ളതാണ്, ഈ ഫലം ചെറുതാണ് കാട്ടത്തിയുടെ. സ്തോത്രം. അത് മൃഗങ്ങളും പക്ഷികളുമാണ് കഴിക്കുന്നത്. കാട്ടത്തിയുടെ அந்த പഴത്തെ யாரும் சாப்பிடுவதில்லை, அது கசப்புள்ளது, அது சின்னதாக இருக்கும், அதை யாரும் சாப்பிடுவதில்லை. എന്നാൽ ഈ പ്രയോജനമില്ലാത്ത മരത്തിൽ ഇവൻ തന്റെ ജീവിതത്തിൽ പ്രയോജനം വരാൻ ഇവൻ വലിഞ്ഞു കയറി. ஆனால் இந்த பிரயோஜனமற்றதான மரத்திலே தன் வாழ்க்கையிலே ஒரு பிரயோஜனத்திற்காக ஏறினான். അവൻ എന്തിനാണ് കയറിയത്? നമ്മൾ വായിച്ചു. எதற்காக ஏறினான் என்று வாசித்தோம். യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കയറി. യേശു எப்படிப்பட்டவர் என்று பார்க்கும்படி. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ. യേശു எப்படிப்பட்டவர் என்று பார்க்கும்படி. കർത്താവിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ വചനം എന്നെ ചൊല്ലുகிறது. നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. നാം കർത്തരെ ഒന്ന് കവനിத்து பார்க்க வேண்டும். ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഉണ്ടോ? ബൈബിളിൽ അങ്ങനെ വാക്യമുണ്ടോ? കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. പൗലോസ് ലേഖനത്തിൽ പറയുകയാണ് കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. പൗലോസ് നിരുപത്തിൽ ചൊല്ലുகிறார் കർത്തരെ കവനിத்து പാരുங்கள். ആമേൻ. ശ്രദ്ധിച്ച് നമ്മൾ നോക്കുമ്പോഴാണ് ചിലരുടെ നന്മയും തിന്മയും നമുക്ക് അറിയാൻ പറ്റുന്നത്. കവനമായി பார்க்கும்போதுதான் ചിലരിടത്തിൽ இருக்கிறான നന്മയെയും തീമയെയും നാം பார்க்க முடியும். അപ്പോൾ ഞാൻ കരുതുന്നത് സക്കായി യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ നിனைக்கிறேன் സഖേയു യേശു எப்படிப்பட்டவர் என்று பார்க்க ஏறினபோது യേശു ധരിച്ചിരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളത്, യേശു ഉടുത്തിയിരിക്കുന്നதான വസ്ത്രം எப்படிப்பட்டது, യേശുവിന്റെ മുഖ സൗന്ദര്യം എങ്ങനെയുള്ളത്, യേശുവിന്റെ മുഖത്തിന് അഴക് எப்படிப்பட்டது, യേശുവിന്റെ ഉയരം എന്തുമാത്രമുണ്ട്, യേശുവിന്റെ ഉയരം എவ்வளவு இருக்கிறது, യേശുവിന്റെ ശരീര ഘടനയൊക്കെ എങ്ങനെയാണ്, യേശുവിന്റെ அந்த ശരീര അളവുകളെല്ലാം எப்படி இருக்கிறது, യേശുവിന് മീശയും താടിയൊക്കെ ഉണ്ടോ, യേശുவுக்கு മീശയും താടിയും എല്ലാം இருக்கிறது. ഇതൊക്കെ നോക്കാനാണ് സക്കായി കയറിയത്. ഇതെല്ലാം பார்ப்பதற்கு தான் സഖേയു ഏറിനാൻ. എന്നാൽ സക്കായി പ്രതീക്ഷിക്കാത്ത ചിലത് യേശുവിൽ ഉണ്ടെന്ന് സക്കായിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ஆனால் സഖേയു എതിർപാർത്തിരാத അനേക കാര്യങ്ങൾ യേശുവിനിടത്തിൽ ഉണ്ട് എന്ന് അവൻ പുരിഞ്ഞു കൊണ്ടാൻ. ഇവൻ പുറമേ കാണുവാൻ നോക്കിയപ്പോൾ ഇവൻ വെളിപ്രകാരമായി പാർക്കാൻ നിனைத்தபோது യേശുവിന്റെ ഉള്ള് എന്താണെന്നും യേശുവിന്റെ പ്രത്യേകത എന്താണെന്നും സക്കായിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. യേശുവിന്റെ ഉള്ളം എപ്പടിപ്പെട്ടതെന്നോ യേശുവിന്റെ വിശേഷ തന്മകൾ എപ്പടിപ്പെട്ടതെന്നോ അവൻ പുരിഞ്ഞു കൊണ്ടാൻ. യേശുവിന്റെ പുറമേ കാണുവാനല്ല നമ്മൾ വെമ്പൽ കൊള്ളേണ്ടത്, യേശുവിൽ നിന്ന് അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് കർത്താവ് കൃപ തരുമാറാകട്ടെ. യേശുവെ വെളിപ്രകാരമായി പാർപ്പதற்கல்ல നാം വെപ്രാളപ്പെട വേണ്ടിയത് യേശു ക്രിസ്തുവെ അനുഭവിച്ച അറിവதற்காக നാം ആമേ ആശയപ്പെട வேண்டும். ഒന്നാമത് യേശു എങ്ങനെയുള്ളവനെന്ന് സക്കായി മനസ്സിലാക്കുന്നു. മുതലാവത് യേശു എപ്പടിപ്പെട്ടവർ എന്ന് അവൻ പുരിഞ്ഞു കൊള്ളുகிறாൻ. യേശു എങ്ങനെയുള്ളവനെന്ന് സക്കായി മനസ്സിലാക്കുന്നത് വാക്യം 5-ാമത്തെ വാക്യം. ആമേൻ. 19-ാം അധ്യായം 5-ാം വാക്യം. ലൂക്ക 19 5-ാം യേശു എപ്പടിപ്പെട്ടവർ എന്ന് അവൻ പുരിഞ്ഞു കൊള്ളുகிறாൻ. യേശു അവിടെ വന്ന് നിന്നിട്ട് യേശു അങ്ങേ വന്ന് നിന്ന് അണ്ണാന്ത് പാർത്താർ. ഹല്ലേലൂയ. അണ്ണാന്ത് ഉയരത്തിൽ യേശു ആമേൻ മേലോട്ട് നോക്കി. യേശു ഉയരമായി പാർത്താർ. യേശുവിന് ആരെങ്കിലും റിപ്പോർട്ട് കൊടുത്തോ? யாராவது இந்த தகவலை இயேசுவுக்கு கொடுத்தார்களா? പത്രോസോ യോഹന്നാനോ യാക്കോബോ ആരെങ്കിലും യേശുവിനോട് പറഞ്ഞു കൊടുത്തോ സക്കായി ഇവിടെ ഇരിക്കുകയാണെന്ന്? പേതുരുവോ യാക്കോബോ യോവാനോ யாராவது இயேசுவுக்கு சொல்லி கொடுத்தார்களா സഖേയു ഇങ്ങേ ഇരിക്കறான்? അവിടുത്തെ വാർഡ് മെമ്പർ ആരെങ്കിലും അറിയിപ്പ് കൊടുത്തോ യേശുവേ സക്കായി ഇവിടെ ഇരിപ്പുണ്ടെന്ന്? அந்த கிராமத்திലുള്ള മെമ്പർമാർ யாராவது അറിയിപ്പ് കൊടുത്താர்களா യേശുവിനിടത്തിൽ സഖേയു ഇങ്ങേ ഇരിക്കறான் എന്ന്? ആരും യേശുവിന് അറിയിപ്പ് കൊടുത്തില്ല. யாரும் യേശുവിடம் சொல்லவில்லை. പക്ഷേ യേശു ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന് നിന്നിട്ട് ஆனால் യേശു அந்த കാട്ടത്തി മരത്തിൻ മൂട്ടിൽ വന്ന് നിന്നുകൊണ്ട് ആമേൻ മുകളിലേക്ക് നോക്കി. അവർ அப்படி അണ്ണാந்து பார்த்தார். യേശു അവനെ വിളിക്കുന്നു. യേശു അവനെ കൂപ്പിടുகிறார். സക്കായിയേ, സഖേയുവേ, വേഗം ഇറങ്ങി വാ. சீக்கிரമായി ഇറങ്ങി വാ. ഒന്ന്, യേശു നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവമാണ്. ഒന്ന് നാം പുരിഞ്ഞു കൊള്ള വേണ്ടി യേശു നമ്മുടെ ഹൃദയത്തെ അറിയുகிறார். ഹല്ലേലൂയ. ആമേൻ. 139-ാം സങ്കീർത്തനം 139-ാം സംഗീതം 2-3 വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. 2-3 വചനങ്ങൾ இப்படி നമ്മുടെ കർത്താവ് നമ്മുടെ കർത്തർ നമ്മുടെ ഇരിപ്പിനെയും നമ്മുടെ ഉட்கார்தலையும் നമ്മുടെ എഴുന്നേൽപ്പിനെയും என்னுடைய எழுந்திருக்குதலையும் നമ്മുടെ നടപ്പിനെയും നമ്മുടെ നടകളെയും നമ്മുടെ കിടപ്പിനെയും നാം പടുപ്പതയും യേശു ശോധന ചെയ്തറിയുന്ന ദൈവമാണ്. യേശു ആരാய்ந்தറിയുന്ന ദേവൻ. കരങ്ങൾ ഉയർത്തി ആമേൻ പറയാം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നടക്കുമ്പോ യേശു അറിയുന്നു. നിങ്ങൾ നടപ്പதை കർത്തർ അറിയുகிறார். നിങ്ങൾ കിടക്കുന്നത് യേശു അറിയുന്നു. നിങ്ങൾ പടുത്താൽ ദേവൻ അറിയുகிறார். നിങ്ങൾ എഴുന്നേൽക്കുന്നത് യേശു അറിയുന്നു. നിങ്ങൾ എഴുമ്പുവதை കർത്തർ അറിയുகிறார். ഹല്ലേലൂയ. നമ്മെ മുഴുവനുമായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവ്. നമ്മെ മൊത്തമായി മനസ്സിലാക്കി ഇരിക്കുന്നവർ தான் നാം ആരാധിക്കുന്ന ആണ്ടവരായ യേശു. ഈ സക്കായി അവന്റെ ഹൃദയത്തിനകത്ത് ചിന്തിച്ച ചിന്തകൾ യേശു കർത്താവ് അറിയുവാനിടയായി. இந்த സഖേയു എன்கிற മനുഷ്യൻ അവൻ ഹൃദയത്തിലെ നിனைத்த നിனைവുകളെ യേശു അറിഞ്ഞിരുന്നു. ഒന്നാമത്തെ തിരുവചനം ആമേൻ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗം ഇതാണ്. ഒന്നാമതായി കാണുന്നത് യേശു നമ്മെ അറിയുന്ന ദൈവം. യേശു നമ്മെ അറിയുന്ന ദൈവം. യേശു എന്തിനെ അറിയുന്നു? യേശു എന്നെ അറിയുന്നു.
அறிகிறார். ആമേൻ. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യം. 1 ശമൂവേൽ 16-ാം അധികാരത്തിന് 7-ാவது വചനം. മനുഷ്യൻ മുഖത്തെ നോക്കി അറിയുമ്പോൾ മനുഷ്യൻ വെളിപ്രകാരമായി பார்க்கிறார். യേശു ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്. കർത്തർ ഇരുദയത്തെ பார்க்கிறார். കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ആണ്ടവർ നമ്മുടെ ഇരുദയത്തെ അറിയുന്നവർ. ഇന്ന് രക്തം പരിശോധിച്ച് രക്തത്തിന്റെ നിലവാരം എന്തെന്ന് അറിയാനുള്ള കണ്ടുപിടുത്തമുണ്ട്. இந்த இரத்தத்தை பரிசோதனை செய்து அதனுடைய அளவுகளை അറിയുന്നതാണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഷുഗർ എത്രയുണ്ട്, കൊളസ്ട്രോൾ എത്രയുണ്ട്, ബ്ലഡ് പ്രഷർ എത്രയാണ് എന്നൊക്കെ നമുക്ക് ആമേൻ അറിയാൻ പറ്റുന്നു. നമ്മുടെ ശരീരത്തിലെ ഷുഗർ എவ்வளவு இருக்கிறது, ബ്ലഡ് പ്രഷർ എவ்வளவு இருக்கிறது, കൊളസ്ട്രോൾ എவ்வளவு இருக்கிறது എന്നതെല്ലാം അറിയാൻ முடிகிறது. എന്നാൽ ശരീരത്തിന്റെ ഇതുപോലെ ഓരോ ഭാഗങ്ങളെയും മനസ്സിലാക്കാൻ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സ്കാൻ ചെയ്യുന്ന മെഷീൻ എല്ലാം ഉണ്ട്. ശരീരത്തിൻ എല്ലാ ഒவ்வொரு ഭാഗങ്ങളെയും എന്നதாவது பிரச்சனை உண்டா என்று சோதனை செய்து பார்க்கிற മെഷീനുകൾ ഉണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ മനസ്സിലാക്കുന്ന ഒരു മെഷീൻ ഇന്ന് വരെയില്ല. ஆனால் നമ്മുടെ ഹൃദയത്തിൻ നിലവുകളെ ആരാய்ந்தറിയുന്ന ഒരു മെഷീൻ இந்த உலகத்தில் ഇല്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തലയാട്ടുമ്പോഴും നിങ്ങളുടെ ഹൃദയം എന്ത് ചിന്തിക്കുന്നുവെന്ന് സർവശക്തനായ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇங்கே ഉட்கார்ந்து തലയെ അസൈക്കും போது உங்கள் மனதிலே என்ன சிந்திக்கிறீர்கள் என்பதை സർവ്വവല്ലവർ അറിഞ്ഞിരിக்கிறார். നിങ്ങളുടെ തലയാട്ട് കാണുമ്പോൾ എനിക്ക് ഇവിടുത്തെ പാസ്റ്ററിനൊക്കെ തോന്നുന്നു നന്നായിട്ട് വചനം കേട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ തലയെ ആട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിனைப்போம் നന്നാக വചനം കേൾக்கிறார்கள், கவனிக்கிறார்கள் என்று. എന്നാൽ നിങ്ങളുടെ ഹൃദയം വേറെ എന്തോ ചിന്തിക്കുന്നു എന്നുള്ളത് കർത്താവിന് വളരെ നന്നായിട്ട് അറിയാം. ஆனால் உங்களுடைய இருதயம் வேற ஏதாவது சிந்திக்குமானால் அதை கர்த்தர் நன்றாய் அறிவார். അപ്പോൾ സക്കായി യേശുവിനെ കാണണമെന്ന് ചിന്തിച്ചപ്പോഴേ സക്കായിയുടെ ഹൃദയത്തെ കർത്താവ് അറിയുവാനിടയായി. യേശുവെ பார்க்க வேண்டும் என்று സഖേവ് നിனைத்த போதே അവൻ ഹൃദയത്തെ കർത്തർ കണ്ടാർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിന്റെ ഹൃദയത്തിന്റെ വ്യാകുലങ്ങളെ, ആകുലതകളെ, വേദനകളെ എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ കാണുന്ന ദൈവമാണ്, അറിയുന്ന ദൈവമാണ്. அப்படியானால் இங்கே உட்கார்ந்திருக்கிற கர்த்தருடைய பிள்ளைகளே, உங்கள் இருதயத்தினுடைய கவலைகள், பாரங்கள், ஆமே கஷ்டங்கள் எல்லாம் தேவனாகிய கர்த்தர் ஆராய்ந்து அறிகிறார். കർത്താവ് ഈ 2026 എന്റെ വേദനയിൽ നിന്ന്, എന്റെ ഈ കഷ്ടതയിൽ നിന്ന് എനിക്കൊരു വിടുതലില്ലയോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന നിങ്ങളുടെ ഭാരത്തെ ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് കാണുന്നുണ്ട്. இந்த 2026 ஆண்டிலாவது என்னுடைய வேதனைக்கு, என்னுடைய பாரத்திலிருந்து எனக்கு ஒரு விடுதலை இல்லையோ என்று நீங்கள் சிந்திப்பது இந்த இரவு வேளையிலே கர்த்தர் அறிகிறார். ഈ ശബ്ദം ശ്രവിക്കുന്ന ദേശനിവാസികളെ ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ. இந்த சத்தத்தை கவனித்து கேட்டுக்கொண்டிருக்கிற தேசத்தின் மக்களே, இந்த இரவு வேளையிலே உங்களை கூப்பிட்டு சொல்லுகிறேன். ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് നീ എന്തിന് ജീവിക്കണം, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് നീ ചിന്തിക്കുന്ന ചിന്തയെ എന്റെ കർത്താവ് ഇന്ന് രാത്രികാലം അറിയുന്നുണ്ട്. இனி நான் எதற்காக வாழ வேண்டும், ஏன் பிழைத்திருக்கிறேன் என்று நீ சிந்திப்பது தேவனாகிய கர்த்தர் அறிந்திருக்கிறார். ഈ രാത്രിയിൽ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന് മേൽ സമാധാനം തരുവാൻ ഈ യേശു കർത്താവ് മതിയായ ദൈവമാണ്. സഹോദരനെ സഹോദരിയെ, ഉൻ வாழ்க்கையிலே ഉൻ ഹൃദയത്തിലെ നല്ല സമാധാനത്തെ തരുവதற்கு இந்த യേശു പോതുമാനവരായിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ ഈ രാത്രികാലം യേശു മതിയായ ദൈവമാണ്. உங்கள் ഹൃദയത്തിലെ எழும்புகிற കേൾവികൾക്ക് பதிலை തരുവதற்கு ആണ്ടവർ പോതുമാനവരായിരിക്കുന്നു. യൗവനക്കാരത്തെ, നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും ആരും അറിയുന്നില്ലെന്ന് നീ കരുതുന്നുണ്ടോ? എന്നാൽ നീ ചെയ്യുന്ന സകലതും, നീ ചിന്തിക്കുന്ന ചിന്തകൾ സകലതും അറിയുന്ന ഒരു സർവശക്തനായ കർത്താവ് ഈ രാത്രി നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാലിബനെ, വാലിബ സഹോദരിയെ, നീ ചെയ്യുന്നതാன കാര്യങ്ങളെ யாரும் காணவில்லை, யாரும் அறியவில்லை என்று நினைக்கிறாயோ, ஆனால் அதை எல்லாவற்றையும் ஆராய்ந்து பார்க்கிற தேவனாகிய கர்த்தர் ஒருவருണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു കർത്താവ്, നമ്മുടെ ഹൃദയത്തെ ആരാய்ந்து അറിയുന്ന കർത്തർ, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിൻ നിனைவுகளை അറിയുന്ന കർത്തർ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിൻ വേദനകളെ അറിയുന്ന കർത്തർ. മലയാളത്തിൽ ഒരു മനോഹരമായ പാട്ടുണ്ട്. മലയാളത്തിൽ ഒരു അഴകാன പാട്ടുണ്ട്. ആ പാട്ട് ഞാനിപ്പോ പാടാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പാടുക. அந்த பாட்டை பாடுகிறவங்களுக்கு தெரியும் என்றால் சேர்ந்து பாடுங்கள். ഹല്ലേലൂയ, സ്തോത്രം. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. என்னை நன்றாய் அறிகிறவர், என்னை நன்றாக போஷிப்பித்து புலர்த்துகிறவர், ജീവനിൻ അധിപതിയാകിയ ആണ്ടവർ. എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. ചിലർക്കറിയാം. ഹല്ലേലൂയ. ഓ, എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ യേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി കരുത്തട്ടി പാടുവോ, എന്റെ പ്രാണനായകൻ യേശു. അമ്മാവോ മണിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മാവോ മണിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും.
തട്ടാതെ ഞാൻ വീണു പോകാതെ തന്തൂതരുണ്ടു കാവലായി. കാൽകല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തന്തൂതരുണ്ടു കാവലായി. ഉള്ളവങ്കരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതു ഭയമേയില്ല. ഓ ഉള്ളവങ്കരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതു ഭയമേയില്ല. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മവോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മവോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഉമ്മൈ മുഴുവുള്ളതോട് ആരാധിപ്പേ മുഴുവൻ சொல்லுங்கள் கைதட்டி அன்பு கூறுவே. ஆராதனை 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 ஆராதனை. ஓ ஆராதனை ஆராதனை ആരാധന ആരാധന. ഹല്ലേലൂയ. അപ്പൊ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം, നമ്മെ നന്നായി അറിയുന്നവരാണ്. എവിടെയായിരുന്നാലും നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ എங்கே இருந்தாலும் உங்களை புரிந்து கொள்ளுகிற கர்த்தர் உண்டு. ആമേൻ. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ 3-ാം വചനം. അവിടെ മറിയയുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത. അങ്ങേ മറിയയുടെ ഹൃദയത്തിற்குள்ளே ഒരു എണ്ണം. നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും? இந்த பெரிய கல்லை நமக்காக யார் புரட்டி தள்ளுவார்? അവർ യേശു കർത്താവിന്റെ കല്ലറയിലേക്ക് കടന്നു പോവുകയാണ്. യേശുവിൻ കല്ലറയ്ക്ക് அதை பார்ப்பதற்கு அவள் போகிறாள். യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധം പൂശുവാനായി പോവുകയാണ്. യേശുവിൻ ശരീരത്തിലെ സുഗന്ധവർഗ്ഗമിടുമ്പടി പോകുகிறாள். ആരെ കൊണ്ടും ആ കല്ലുരുട്ടി മാറ്റാൻ പറ്റത്തില്ല. யாராலும் அந்த கல்லை உருட்டி மாற்ற முடியாது. പത്രോസോ യോഹന്നാനോ അന്ത്രയോസോ ആരും ഇപ്പൊ അവിടെ അടുത്തില്ല. പേതുരുവോ അന്ത്രയോവോ യോവാനോ യാരും പക്കത്തിലെ இல்லை. ഇവർ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരാ. ഇവர்கள் ഒരു ആശീർവാദமான സഹോദരിമാർ. എന്തെന്നറിയാമോ? അതിരാവിലെ ഇവർ എഴുന്നേറ്റ് ആമീൻ യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധം പൂശുവാൻ വേണ്ടി അവർ കടന്നു പോകുന്നു. കാരണം എന്നവരല്ല அதிகாலையிலே ഇരുട്ടോടെ எழும்பி இயேசுவின் ശരീരത്തിലെ அந்த സുഗന്ധവർഗ്ഗം ഇടുമ്പടി പോകുகிறார்கள். കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ ജീവനെ വെച്ചു തരുമെന്ന് പറഞ്ഞവർ ഗൂർക്കം വലിച്ചുറങ്ങുകയാണ്. ஆண்டவரே என் வாழ்க்கையே ஜீவனே உமக்கு தருவேன் என்று சொன்னவர்கள் நல்ல கூர்க்கம் വലിத்து தூங்குகிறார்கள். ഹല്ലേലൂയ. അപ്പൊ സഹോദരിമാര് പോവുകയാണ്, സഹോദരികൾ പോകുகிறார்கள். ഇപ്പൊ ഈ പത്രോസോ യോഹന്നാനോ ആരും തന്നെ കല്ലുരുട്ടി മാറ്റാൻ വേണ്ടിയില്ല. പേതുരുവോ യോഹനോ யாருமே பக்கத்தில் கல்லை உருட்டி மாற்ற இல்லை. ആമീൻ. ഇവരുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത, അവരുടെ ഹൃദയത്തിൽ ഒരു എണ്ണം. അവർ തമ്മിൽ സംസാരിക്കുന്നു. അവர்கள் തമ്മിൽ ഈ பேசுகிறார்கள். കല്ല് ആര് ഉരുട്ടി മാറ്റും? നമുക്ക് വേണ്ടി இந்த கல்லை யார் உருட்டி தள்ளுவார்கள்? എങ്ങനെ യേശുവിന്റെ കല്ലറയ്ക്കകത്ത് പ്രവേശിക്കാൻ പറ്റും? எப்படி இயேசுவின் கல்லறைக்கு உள்ளே நாம் கடக்க முடியும்? എങ്ങനെ യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധം പൂശും? எப்படி இயேசுவின் ശരീരത്തിലെ സുഗന്ധവർഗ്ഗം போடுவோம்? ഇവരുടെ ഭാരം എന്റെ കർത്താവ് നേരത്തെ അറിഞ്ഞു. അവരുടെ ഹൃദയ ഭാരത്തെ കർത്താവ് നേരമേ അറിந்தார். മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 2-ാമത്തെ വാക്യം. മത്തായി 28-ാം അധ്യായത്തിൽ 2-ാം വചനം. തിരുവചനം വിളിച്ചു പറയുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ വചനം இப்படி சொல்லுகிறது. ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്നു. ഒരു ദൂതൻ അങ്ങ് ഇറങ്ങി ആ വന്നാൽ ദൂതൻ ആ കല്ലിനെ ഉരുട്ടി മാറ്റി. ദൂതൻ அந்த കല്லை ഉരുട്ടി മാറ്റി. ആ കല്ലിന്റെ മുകളിൽ ദൂതൻ ഇപ്പോൾ ഇരിക്കുകയാണ്. அந்த കല്ലിൻ മേൽ ദൂതൻ ഏറി ഉட்கார்ந்தார். എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ പിള്ളകളെ, നിന്റെ ജീവിതത്തിനകത്ത് വലിയ കല്ല് പോലിരിക്കുന്ന ഭാരമേറിയ വിഷയങ്ങളെ, ഉന്റെ வாழ்க்கையிலே பெரிய பாறாங்கல்லை போல பாரமான காரியங்களை, അത് ഒരുപക്ഷെ കടബാധ്യതയായിരിക്കാം, அது ஒருவேளை கடனா இருக்கலாம், അത് ഒരുപക്ഷെ രോഗമായിരിക്കാം, ஒருவேளை அது வியாதியா അത് இருக்கலாம், ഒരുപക്ഷെ തീരാ അസമാധാനമായിരിക്കാം, அது ஒருவேளை உனக்கு தீரவே செய்யாத சமாதான கேடா இருக்கலாம். ആമേൻ. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എന്നവുമാകട്டும், ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് ഇന്ന് ഇരവളിലെ കർത്താവ് തന്റെ ദൂതനെ അയച്ച് ആ ഭാരമാകുന്ന കല്ലിനെ ഉരുട്ടി മാറ്റുന്ന ദൈവമാണ്. നമ്മുടെ ദൂതനെ അനുപ്പിയ அந்த ഭാരമാകിയ കല്லை ഉരുട്ടി മാറ്റി ഈ രാത്രിയിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ അത് നമ്പുகிறீர்கள்? നിങ്ങൾ ഭാരവും ചുമന്ന് മുൻപിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഭാരം സുമந்து തവിത്ത് മുന്നോട്ട് പോകുகிறீர்கள், ജീവിത ഭാരം നീ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, வாழ்க்கையிலே ഭാരത്തെ സുമന്നുകൊണ്ട് മുന്നോട്ട് ഓ പോകുகிறாய், കുടുംബത്തിന്റെ ഭാരം നീ ചുമന്ന് മുൻപിലോട്ട്
മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ, കുടുംബ ഭാരം ചുമന്ന് യാത്ര ചെയ്യുക എന്നാൽ, എന്നെ കൊണ്ട് കഴിയുന്നില്ല കർത്താവേ എന്ന് നീ ഇന്ന് രാത്രിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ, എന്നാലേ മുടിയവേ ഇല്ല കർത്താവേ എന്ന് ഈ ചൊല്ലിക്കൊണ്ടിരിക്കുക. രാത്രിയിൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. இந்த இரவு வேளையிலே கர்த்தர் உனக்கு இறங்கி നിന്റെ வருகிறார். ജീവിതത്തിന്റെ ഭാരം ഒരു മനുഷ്യന് ചുമന്ന് മാറ്റുവാൻ പറ്റാത്തതാണെങ്കിൽ, உன் பாரத்தை ஒரு மனுஷனால் சுமந்து மாற்ற முடியாதது നിന്റെ என்றால், ജീവിതത്തിന്റെ ഭാരം ആമേൻ ഒരു തരത്തിലും ഒരു വ്യക്തിക്ക് അത് എടുത്തു മാറ്റുവാൻ കഴിയാത്തതാണെങ്കിൽ, உன்னுடைய வாழ்க்கையில் இருக்கிறதான பாரம் எவ்விதத்திலும் யாராலும் எடுத்து மாற்ற முடியாது ഇന്ന് என்றால், രാത്രി ദൈവത്തിന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കുകയാണ്. இந்த இரவு வேளையில் இந்த சத்தம் கேட்கும்போது அவர் தம்முடைய தூதனை ഓ அனுப்புகிறார். കർത്താവ് തന്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കുകയാണ്. கர்த்தர் தம்முடைய தூதனை நமக்காய் ആ அனுப்புகிறார். ദൂതൻ ആ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ മതിയായ ദൂതനാണ്. தூதன் அந்த பெரிய கல்லை உருட்டி மாற்ற போதுமானவன். ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ ആ ഭാരം അവരെ വിട്ട് മാറിപ്പോയി. அந்த பாரம் அவளை விட்டு நீங்கிட்டு, അവരുടെ ഭാരത്തിന് ഒരു പരിഹാരമുണ്ടായി. அவளுடைய அந்த பாரத்திற்கு ஒரு பரிகாரம் உண்டானது. നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ഭാരത്തെ കർത്താവ് അറിയുന്നുണ്ട്. உங்கள் இருதயத்தில் உள்ள பாரத்தை கர்த்தர் அறிகிறார். നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ കല്ലുപോലിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, உங்களுடைய ஆவிக்குரிய வாழ்க்கையிலே முன்னேற முடியாமல் கல்லு போல இருக்கிற காரியங்கள் மேல், ആമേ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആമേ സന്തോഷത്തോടെ മുന്നേറുവാൻ കഴിയാതെ ഒരു മല പോലെ, ഒരു കല്ല് പോലെ, പാറ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്ന വിഷയത്തിന് മേൽ, உங்களுடைய குடும்ப வாழ்க்கையிலே சந்தோஷத்தோடு முன்னேற முடியாமல் பெரிய கல்லை போல பெரிய பாறையை போல முன்னாலே பாரமா இருக்கிற காரியம் என்றால், ഇന്ന് രാത്രിയിൽ കർത്താവ് തന്റെ ദൂതനെ അയക്കുകയാണ്. இந்த சத்தம் கேட்கிற வேளையிலே கர்த்தர் தம்முடைய தூதனை அனுப்புகிறார். ഒരു മനുഷ്യന്റെ വാക്കിന് പരിഹാരമില്ല. மனுஷனுடைய வார்த்தைக்கு பரிகாரம் இல்லை. ഒരു വ്യക്തി നിന്റെ ജീവിതത്തിൽ ആ വിഷയത്തിന്മേൽ നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. ஒரு தனிப்பட்ட மனிதன் உன்னுடைய அந்த காரியத்தின் மேல் உனக்கு உதவி செய்ய முடியாது. എന്നാൽ ഇന്ന് രാത്രികാലം എന്റെ സർവശക്തനായ കർത്താവിന് സകലതും കഴിയും. ஆனால் சர்வ வல்லமையுள்ளவராகிய கர்த்தருக்கு இந்த சத்தத்தை கேட்கிற தேவ பிள்ளை உனக்காய் செய்ய முடியும். എന്റെ കർത്താവിന് കഴിയാത്ത കാര്യം ഒന്നുമേ ഇല്ല. நம்முடைய ஆண்டவரால் கூடாத காரியம் ஒன்றுமில்லை. അവന് സകലതും ചെയ്യുവാൻ കഴിയും. அவரால் எல்லாம் கூடும். രോഗമെന്ന ആ കല്ലാണെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് ആമേ സൗഖ്യദായക ശക്തി അയച്ച് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. வியாதி என்ற பாரமான அந்த கல் என்றால் அவர் தம்முடைய வசனத்தை அனுப்பி அதை சௌக்கியமாக்குகிறார். ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവ് ഭാരത്തെ മാറ്റുന്ന ദൈവമാണ്. நம்முடைய ஆண்டவர் மனிதருக்குள்ள இருக்கிற பாரத்தை மாற்றுகிறவர். അഥവാ നമ്മുടെ ഭാരത്തെ അവൻ അറിയുന്ന ദൈവമാണ്. நம்முடைய பாரங்களை அவர் அறிகிறவராய் இருக்கிறார். സക്കായിയെ അറിഞ്ഞവൻ, സഖേയുവെ അറിഞ്ഞവൻ, അവന്റെ ഹൃദയ ചിന്തയെ അറിഞ്ഞവൻ, അവന്റെ ഹൃദയത്തിന്റെ എണ്ണങ്ങളെ അവൻ അറിഞ്ഞവൻ, കാട്ടത്തിയിൽ കയറി ഇരിക്കുന്നു എന്നറിഞ്ഞവൻ, അവൻ കാട്ടത്തി മരത്തിൻ മേൽ ഏറി ഇരിக்கிறான் ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളെയും അവൻ അറിയുന്നു. இந்த இரவுகளிலே எல்லா பாரங்களையும் அவர் அறிகிறார். ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം യോവാൻ സുവിശേഷം 20-ാം അധ്യായം 20-ാം അധികാരം 10-11 വാക്യങ്ങൾ, 10-11 വചനങ്ങൾ ആമേൻ, നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നാം അങ്ങേ ഗവനിக்கிறோம். ആമേൻ, സ്തോത്രം. ശിഷ്യന്മാരെല്ലാവരും സ്തോത്രം ആ സമയത്ത് അവിടെ നിന്ന് കടന്നുപോയി. ശിഷ്യர்கள் എല്ലാവരും അങ്ങേ നിന്ന് പോയി വിട്ടാர்கள். ഈ മറിയ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. മറിയാൾ ദുഃഖത്തോടെ നിൽക്കുകയാണ്. അവളുടെ രണ്ടാമത്തെ ഭാരം, അവളുടെ രണ്ടാമത് കവலை യേശുവിനെ കാണാനില്ല. இயேசுவை காணவில்லை. ഒന്നാമത്തെ ഭാരം, ஒன்றாவது கவலை, കല്ലാര് ഉരുട്ടി മാറ്റും. இந்த கல்லை யார் நமக்காய் புரட்டி தள்ளுவார்கள். രണ്ടാമത്തെ ഭാരം, இரண்டாவது பாரம், എനിക്ക് കർത്താവിനെ കാണാൻ പറ്റിയില്ല. ஐயோ என்னுடைய கர்த்தரை காணவில்லை. എന്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. என்னுடைய ஆண்டவரை யாரோ எடுத்துக்கொண்டு போய்விட்டார். ഹല്ലേലൂയ, ആമേൻ. ആമേൻ. അവൾക്ക് യേശുവിനെ കാണാനുള്ള അമിതമായ ആഗ്രഹം. அவளுக்கு இயேசுவை பார்க்க வேண்டும் என்றதான அதிகமான ஆசை. അപ്പൊ വീണ്ടും വീണ്ടും വചനത്തിൽ കൂടെ നമ്മളോട് ദൈവാത്മാവ് ഇടപെടുന്നത് കർത്താവിനെ കാണാൻ നമ്മുടെ കണ്ണുകൾ വെമ്പൽ കൊള്ളണം. திரும்ப திரும்ப இந்த ராத்திரி வேளையில் நம்முடைய காதுகள் கேட்கிற சத்தம் நம்முடைய ஆண்டவரை பார்ப்பதற்கு நாம் துடிக்கிறவர்களாக இருக்க ഒരു வேண்டும். കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചു, ஒரு காலத்தில் நாம் ஜெபித்தோம், കർത്താവേ വേഗം വരേണമേ. ஆண்டவரே சீக்கிரமாய் வாரும். ഇപ്പൊ നമുക്ക് ആ പ്രാർത്ഥനയില്ല. இப்போது நமக்கு அந்த ஜெபம் இல்ல. ഹല്ലേലൂയ. ഉണ്ടോ? ഇപ്പോഴാ പ്രാർത്ഥന ഉണ്ടോ? இப்போது அந்த ஜெபம் உண்டுமா? ആ കാലത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലായിരുന്നു. அந்த നാட்களிலே വസ്ത്രത്തിற்கு അടുത്ത വസ്ത്രം இல்லை. ആമേ, സ്തോത്രം. ഒരു നേരം കഴിക്കാനുള്ള ആഹാരം പോലും ഇല്ലായിരുന്നു. ஒரு நேரம் திருப்தியாய் சாப்பிடுவதற்குரிய ஆகாரமும் இல்லை. ഇന്ന് 3 നേരം നല്ല ആഹാരമുണ്ട്. இந்த 3 வேளையும் நல்ல சாப்பாடு. 3 നേരത്തിന് പകരം 5 നേരമൊക്കെയാണ് ചിലർ കഴിക്കുന്നത്. 3 வேளைக்கு பதிலாக சிலர் 5 வேளை சாப்பிடுகிறார்கள். ചിലർ പിന്നെ ഡയറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ ശരീരത്തെ ശ്രദ്ധിക്കുന്നു. சிலர் நான் சரீரத்தை கவனிக்கிறேன் ஆகையால் ஆகாரம்
ஆகாரத்தை கண்ட்ரோல் பண்ணுகிறேன் என்று അതുകൊണ്ട് சொல்லுகிறார்கள். എന്താണ് ചെയ്യുന്നത്? என்ன நடக்கிறது? രാവിലെ അണ്ടിപ്പരിപ്പും പിന്നെ പിസ്തയും ബദാമും ഒക്കെയാണ് കഴിക്കുന്നത്. காலையில அண்டிப்பருப்பும் பதாமும் பிஸ்தாயும் சாப்பிடுகிறார்கள். ദോശയും അപ്പവും ഒക്കെ മാറ്റി, தோசையும் அப்பம் எல்லாம் மாற்றி ഇഡ്ഡലി ഒന്നും ഇപ്പൊ കഴിക്കുന്നില്ല. இப்ப இட்லி ஒண்ணும் வேண்டாம். അതുകൊണ്ട് രാവിലെ ഇങ്ങനെ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും അങ്ങനെ നട്ട്സ് ഐറ്റമാണ് കഴിക്കുന്നത്. ஆகையால் காலையிலே அண்டிப்பருப்பு பிஸ்தா பதாம் ஆகிய நட்ஸ் அந்த ஐட்டங்கள். അവര് പറയുന്നത് அதுக்கு சொல்லுவது ഞാൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു. நான் என்னுடைய சரீரத்தை கவனிக்கிறேன். ഹല്ലേലൂയ. ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നീ 3 നേരം ഉപവസിച്ചാൽ മതി. சரீரத்தை கவனிக்க வேண்டுமானால் நீ 3 வேளை உபவாசித்தால் போதும். ഞാൻ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കടന്നുപോയി. நான் ஒரு முறை ஆஸ்பத்திரிக்கு ஒரு பிரத்யேகமான காரியத்துக்காக போயிருந்தேன். അവിടെ കുറെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. அங்கே அநேக லிஸ்டுகள் எழுதி வைக்கப்பட்டிருக்கிறது. ഓരോരോ ഈ നമ്മുടെ കൺവെൻഷൻ നോട്ടീസിനെക്കാളും കുറച്ചുകൂടെ വലിപ്പത്തിലുള്ള ഒരു ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. இந்த கன்வென்ஷன் போஸ்டர் போலுள்ளதான கொஞ்சம் லிஸ்ட் எழுதி ஒட்டி வைத்திருக்கிறது. അവിടെ അതെന്താണെന്ന് ചോദിച്ചാൽ ആ വലിപ്പത്തിൽ அந்த அளவிലുള്ള பெரிய அளவில் எழுதி வைத்திருக்கிறது. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ രാവിലെ ഇന്ന 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 ആഹാരം കഴിക്കണം. அந்த லிஸ்டுகளிலே எழுதி வைக்கப்பட்டிருக்கிறது. நீங்கள் காலையிலே இன்ன இன்ன ஆகாரங்களை சாப்பிட வேண்டும். രാവിലത്തെ ആഹാരത്തിന്റെ ലിസ്റ്റ് എഴുതിയിരിക്കുന്നിടത്ത് காலையிலுள்ள ஆகாரத்தில் லிஸ்ட் எழுதப்பட்டிருக்கிற இடத்தில் അവിടെ ഇടയ്ക്ക് ഞാൻ ഒന്ന് കണ്ടു. இடையிலே ஒன்றை பார்த்தார்கள். ഇടയ്ക്കിടയ്ക്കുള്ള ഉപവാസം നല്ലത്. இடையிடையாக உபவாசம் பண்ணுவதும் நல்லது. പള്ളിയിൽ എഴുതി വെച്ചിരിക്കണല്ല, சர்ச்சில் எழுதி வச்சிருக்கிற காரியம் அல்ல, ആശുപത്രിയിൽ എഴുതി വെച്ചിരിക്കുന്ന ஆஸ்பத்திரியில் எழுதி வைத்திருக்கிறார்கள். അടുത്ത ലിസ്റ്റ് ഞാൻ വായിച്ചു. அடுத்த லிஸ்டை வாசித்தார்கள். ഉച്ചയ്ക്ക് എന്തെല്ലാം ആഹാരം കഴിക്കണം, மத்திய அனவி என்ன சாப்பிட வேண்டும், അതിന്റെ ഇടയിൽ എഴുതിയിരിക്കുന്നു. அதன் இடையிடையாக எழுதப்பட்டிருக்கிறது. ഇടയ്ക്കിടയ്ക്കുള്ള ഉപവാസം നല്ലത്. அடிக்கடி உபவாசம் பண்ணுவது நல்லது. എന്നിട്ട് വൈകുന്നേരത്തെ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നു. சாயங்காலம் உள்ள லிஸ்ட் எழுதப்பட்டிருக்கிறது. അതിലും എഴുതിയിരിക്കുന്നു அதிலேயும் ഇടയ്ക്കിടയ്ക്കുള്ള ഉപവാസം നല്ലത്. இடையிடையாக உபவாசம் நல்லது. നമ്മുടെ കർത്താവ് എന്നേ പറഞ്ഞു നീ ഉപവസിക്കുന്നത് നല്ലത്. നമ്മുടെ ആണ്ടവർ എന്നേ சொல்லி இருக்கிறார் நீ உபவாசம் பண்ணுவது நல்லது. സന്തോഷമില്ലേ നിങ്ങൾക്ക്? സന്തോഷം இல்லையா? സ്തോത്രം. നന്നായിട്ട് നിങ്ങൾ ആഹാരം കഴിക്കണം. நன்றாக நீங்கள் சாப்பிட வேண்டும். എന്നാൽ മാസത്തിൽ 3 ദിവസമെങ്കിലും ഉപവസിക്കണം. ஆனால் மாசத்தில் 3 தடவையாவது உபவாசம் இருக்க வேண்டும். ദൈവകൃപയും നമുക്ക് കിട്ടും, தேவனுடைய கிருபையும் கிடைக்கும். ഈ പറയപ്പെട്ടതുപോലെ ശരീരത്തിനും അത് നല്ലതാണ്. இந்த சொல்லப்பட்டது போல சரீரத்திற்கும் அது மிக நல்லது. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ഈ ഇവിടെ നമ്മൾ വായിക്കുന്നത്, இங்கே நாம் வாசிப்பது, അവൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. அவள் இயேசுவை பார்க்க வேண்டும் என்று விரும்புகிறாள். നമ്മൾ ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കണം. நாம் இயேசு கிறிஸ்துவை காண வேண்டும் என்று விரும்ப வேண்டும். ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നും മാറിപ്പോകത്തില്ലെന്ന് കർത്താവ് അരുളി ചെയ്തു. சில வகை பிசாசை குறித்து கர்த்தர் எழுதி வைத்திருக்கிறார். உபவாசத்தாலும் ஜெபத்தாலும் அல்லாமல் இந்த ஜாதி ஒளிந்து போகாது. നിന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ വിടാതെ തടസ്സമായി നിൽക്കുന്നതെല്ലാം നിന്നിൽ നിന്ന് മാറിപ്പോകാൻ ഉപവാസവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. உன்னை தேவனோடு சேர விடாமல் தடைபடுகிறதற்கெல்லாம் உபவாசமும் ஜெபமும் அத்தியாவசியமாக இருக்கிறது. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ എനിക്ക് കാണണമെന്ന ആഗ്രഹം അവർക്ക് കടന്നു വരും. உபவாசிக்கிற ஜெபிக்கிறதான ஒரு ஆளுக்கு எனக்கு என் அப்பனாகிய இயேசுவை பார்க்க வேண்டும் என்ற ஒரு ஆசை வரும். ഹല്ലേലൂയ. ഹല്ലേലൂയ. വിദേശത്തിരിക്കുന്ന ഭർത്താവോ മക്കളോ വിദേശത്തിരുന്നാൽ, மக்களோ புருஷனோ வெளிநாட்டில் இருந்தால், ഇപ്പൊ IMO കോള് വിളിക്കുകയാണ്, വാട്സപ്പ് വീഡിയോ കോള് വിളിക്കുകയാണ്. இப்போ வாட்ஸ்அப்பில் வீடியோ கால் ഒരു ദിവസമെങ്കിലും കണ്ടില്ലെങ്കിൽ, ஒரு நேரமாவது பார்க்க முடியாவிட்டால் ഭയങ്കര വിഷമം, பயங்கரமான வேதனை. ആ വിഷമം നമുക്ക് യേശുവിനെ കാണുന്ന കാര്യത്തിലുണ്ടോ? இயேசுவை காண்கிற விஷயத்தில் அந்த வேதனை உண்டுமா? ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ ആ വിഷമം ഉണ്ടോ? பைபிள் வாசிக்கிற விஷயத்தில் அந்த வேதனை, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ആ വിഷമം നമുക്കുണ്ടോ? ஜெபிக்கிற காரியத்தில் அந்த வேதனை உண்டா? ക്രിസ്തുവിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ക്രിസ്തു നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. இயேசுவை பார்க்க வேண்டும் என்று நீங்கள் விரும்பினால் அவர் உங்கள் நடு பக்கத்தில் இறங்கி வருகிற தேவன். അപ്പൊ ഇവൾ വിഷമിച്ചു നിൽക്കുന്നു. அவள் பாரத்தோடு நிற்கிறாள். പത്രോസ് വന്നു, കല്ലറ കണ്ടു, പോയി. பேதுரு வந்தார், அப்படி குனிந்து பார்த்தார், போய்விட்டார். യോഹന്നാൻ വന്നു, കടന്നുപോയി. யோவான் வந்து பார்த்துவிட்டு போய்விட்டார். എന്നാൽ മറിയ പോയില്ല. ஆனால் மரியாள் போகவில்லை. അവളുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത, அவளுடைய இருதயத்தில் ஒரு எண்ணம், എന്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം, என் இயேசுவை எனக்கு பார்க்க வேண்டும், എനിക്ക് എന്റെ യേശുവിനെ കാണണം. எனக்கு என் இயேசுவை பார்க்க வேண்டும். എന്താ സംഭവിച്ചത്? என்ன നടந்தது? വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, പരിശുദ്ധ വേദാഗമത്തിൽ വാസിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, அங்கே பார்க்க முடியும். സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. മത്തായി 9:20. അല്ല, സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം യോവാൻ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം. 20-ാം അധ്യായത്തിൽ 16-ാவது വചനം. അവിടെ പറയുന്നത്, അங்கே വാസിக்கிறோம், യേശു കർത്താവ് ആ മറിയയുടെ അടുക്കലേക്ക് വന്നു. യേശു മരിയാളിടത്തിലെ വந்தார். മറിയെ യേശു പേർ ചൊല്ലി വിളിക്കുകയാണ്, മറിയേ എന്ന് വിളിക്കുകയാണ്. അവളെ പേർ ചൊല്ലി അழைக்கிறார், മരിയാളേ എന്ന്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിക്കണം, ചിന്തിച്ചു പാരുங்கள். കർത്താവ് മരിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാകുകയാണ്. യേശു മരിത്ത് 3 നാളുകളായി വിട്ടത്. വെള്ളിയാഴ്ച യേശുവിന്റെ ശരീരം
ശരീരം അടക്കം ചെയ്തു. வெள்ளிக்கிழமை இயேசுவின் சரீரத்தை அடக்கம் பண்ணினார். ശനിയാഴ്ച മാത്രമാണ് യേശുവിനെ കാണാൻ പറ്റാത്തത്. சனிக்கிழமை மட்டும்தான் இயேசுவை காண முடியாது. ഞായറാഴ്ച അതിരാവിലെ ആയപ്പോൾ, ஞாயிற்றுக்கிழமை அதிகாலையிலான போது കർത്താവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ ഓടി കല്ലറയ്ക്ക് വരികയാണ്. கர்த்தரை பார்க்க வேண்டும் என்ற அந்த கொதியினாலே அவள் ஓடி கல்லறையிடத்தில் வருகிறாள். എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, கர்த்தருடைய பிள்ளையே, ഓരോ ഞായറാഴ്ചയും പ്രഭാതത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ஒவ்வொரு ஞாயிற்றுக்கிழமையும் அதிகாலையிலே எழும்பி ஜெபத்தோடு நீ தேவாலயத்துக்கு வரும்போது, ആരാധന വേളയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. ஆராதனை நேரத்திலே கர்த்தருடைய மகிமையின் பிரசன்னத்தை நீ அனுபவிக்க முடியும். കർത്താവിനെ നിന്റെ കണ്ണുകൾക്ക് കാണുവാനായിട്ട് കഴിയും. உன்னுடைய கண்களால் அவரை பார்க்க முடியும். കർത്താവിന്റെ ശബ്ദം നിന്റെ കാതുകൾക്കകത്ത് കേൾക്കുവാനായിട്ട് കഴിയും. அவருடைய சத்தம் உன் காதுகளிலே தொனிக்கும். ഇന്ന് രാത്രിയിലും ഇന്ന് ഈ കാലഘട്ടത്തിലും ഇന്ന് ഈ ആണ്ടിലും ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ കർത്താവ് തന്റെ പ്രതീക്ഷിക്കുന്ന മക്കളുടെ അടുക്കൽ അവൻ പ്രത്യക്ഷനാകുന്ന ദൈവമാണ്. இந்த இரவு வேளையிலேயும் இந்த காலத்திலும் இந்த ஆண்டிலும் அவரை எதிர்பார்க்கிற மக்களுடைய முன்னிலே அவர் வெளிப்படுகிற தேவனா இருக்கிறார். ഹല്ലേലൂയ. ഞായറാഴ്ച പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ദൈവസഭയിലേക്ക് ഓടി വരാൻ നിങ്ങൾക്ക് എത്ര പേർക്കാണ് മനസ്സുള്ളത്? ஞாயிற்றுக்கிழமை காலையிலே உற்சாகமாக எழும்பி ஜெபத்தோடு ஆராதனையோடு ஆலயத்திற்கு ஓடி வர உங்களுக்கு எத்தனை பேருக்கு ஆசை உண்டு? എന്താണ് നമുക്ക് കർത്താവിനെ ഇന്ന് കാണാൻ കഴിയാതെ പോകുന്നത്? ஏன் நம்முடைய ஆண்டவரை நமக்கு இன்று காண முடியாமல் போகிறது? ഇവിടുത്തെ ആരാധന 10 മണിക്കാണോ 8 മണിക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴാണ് ആരാധന? 8 മണി. സഭാരാധന രാവിലെ 8 മണിക്കാണ്. 8 മണിക്ക്. 10 മണിക്കാണ്. 10 മണിക്ക്. ഓക്കെ, 10 മണിക്കാണ്. 10 മണിക്ക്. 10:30 വരുന്നവരെല്ലാം കര ഉയർത്താം. 10:30 வருகிறவர்கள் கரங்களை உயர்த்துங்கள். പോട്ടെ, 10 മണിക്ക് വരുന്നവരെല്ലാം കൈ ഉയർത്താം. 10 മണിക്ക് வருகிறவர்கள் കൈ ഉയർത്തുங்கள். 4 കൈ. 4 കൈകൾ. ഹല്ലേലൂയ. ആമേൻ. പിന്നെ എങ്ങനെ കർത്താവിനെ കാണും? പിന്നെ எப்படி ஆண்டவரை பார்ப்பது? മറിയ എപ്പോഴാ വന്നത്? മരിയാൾ എപ്പോ വന്നാ? അതിരാവിലെ എഴുന്നേറ്റു. അതിരാവിലെ ഇരുട്ടോടെ. ആമേൻ. നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ തയ്യാറായി, സ്തോത്രം, കൃത്യസമയത്തിന് മുൻപ് ദൈവാലയത്തിലേക്ക് കയറി നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങളുടെ കണ്ണുകളിൽ കർത്താവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. அதிகாலையில் எழும்பி குறிப்பிட்ட சமயத்துக்குள்ளாக ஆயத்தமாகி ஆராதனை ஆரம்பிப்பதற்கு முன்பாக தேவசமூகத்தில் நீங்கள் வந்தால் நிச்சயமாய் நீங்கள் கர்த்தரை பார்ப்பீர்கள். 10 മണിക്കുള്ള ആരാധനയ്ക്ക് 10:05-നും 10:10-നും 10:15-നും 10:30-ക്കും പിന്നെ 10:45-നും 11-നും ഒക്കെ വന്നാൽ കർത്താവിനെ പൊടി പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. 10 മണിക്ക് ആരംഭിക്കുന്നതാണ് ആരാധനയ്ക്ക് 10:05-ക്കും 10:15-ക്കും 10:30-ക്കും 10:45-ക്കും 11-ക്കെല്ലാം വന്നാൽ നിശ്ചയമായി അവരെ பார்க்க നമ്മുടെ முடியாது. കർത്താവ് കൃത്യനിഷ്ഠമുള്ള ദൈവമാണ്. നമ്മുടെ ആണ്ടവർ കൃത്യமான அந்த வேளையை കൃത്യസമയം പാലിക്കുന്ന ദൈവമാണ്. ശരിயான സമയത്തെ അവർ കടപിടിക്കുന്നവർ. കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ ഉണ്ട്. ஆண்டவர் சொன்னார், 2 பேராவது 3 பேராவது எங்கே என் நாமத்தில் கூடி வருகிறோ அங்கே அவர்கள் நடுவில் இருக்கிறேன். ഓൾറെഡി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. நிச்சயமாகவே நம்முடைய ஆண்டவர் நம்முடைய நடுவில் இருக்கிறார். കർത്താവിനെ കാണാൻ നമ്മൾ പ്രതീക്ഷയോടെ വരാതിരുന്നാൽ, அப்போ கர்த்தரை பார்க்க வேண்டும் என்ற எதிர்பார்ப்போடு நாம் வராமல் இருந்தால், കൃത്യ സമയത്ത് വരാതിരുന്നാൽ, சரியான வேளையில் வராமல் இருந்தால் നമുക്ക് എങ്ങനെ കർത്താവിനെ കാണുവാൻ കഴിയും? எப்படி நாம் கர்த்தரை பார்க்க முடியும்? ലോകത്തിലെ ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് സമയം തന്നിരുന്നാൽ നിങ്ങൾ അതിനും അരമണിക്കൂറിന് മുമ്പേ അവിടെ പോയിരിക്കും. ஒரு வியாதிக்கு ஒரு மருத்துவர் ஒரு குறிப்பிட்ட வேளை சமயத்தை நமக்கு தந்திருந்தால் அந்த நேரத்துக்கு முன்னாலே நம்ம அங்க போயிருப்போம். ജോലിക്ക് ഇന്റർവ്യൂവിന് ഒരു ടൈം തന്നിരുന്നാൽ അതിനു മുൻപ് ആ കൊച്ച് ആ യുവാവ് അല്ലെങ്കിൽ ആ യുവതി ആ ജോലിക്ക് വേണ്ടി ആ ഇന്റർവ്യൂവിന് വേണ്ടി നേരത്തെ അവിടെ ചെല്ലും. ஒரு வேலைக்கான இன்டர்வியூக்காக ஒரு சமயம் ஒரு வாலிபனுக்கோ வாலிப பிள்ளைக்கோ கொடுத்திருந்தால் அந்த வேலைக்கு முன்பாக அவர்கள் அங்கே சென்றிருப்பார்கள். ഇവിടെ ലോകത്ത് ഒരു വക്കീലിനെ കാണാൻ, ஒரு அட்வொகேட் ஒரு வக்கீலை காணும்படி അദ്ദേഹം 9 മണിക്ക് അപ്പോയിന്റ്മെന്റ് ടൈം തന്നിരുന്നാൽ, அந்த ആള് എന്നെ பார்க்கலாம் என்று 9 മണി സമയത്തെ തന്നിരുന്നാൽ 9:05 പോയ ആ മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. 9:05 പോയാൽ அந்த மனுஷனை பார்க்க முடியாது. എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്ക് കേസും പ്രശ്നമൊന്നുമില്ല, കൃപയാൽ. எனக்கு கேஸ் ஒன்றும் இல்லை, ஆனால் ஒரு அனுபவம் சொல்லுகிறேன். എന്നാൽ വേറൊരു സഭയിൽ ആ ആലയം പണിയുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, வேறொரு சபையிலே ஒரு ஆலய வேலை கட்டிட வேலை நடக்கிறதான அந்த சமயத்திலே ஒரு பிரச்சனை உண்டான போது അവിടെ എറണാകുളത്തുള്ള ഒരു വക്കീലിനെ കാണുവാൻ വേണ്ടി സ്തോത്രം അവിടെ കടന്നുപോയി. എറണാകുളത്തുള്ളതാണ് ഒരു വഴക്കറിஞரை பார்க்கும்படியாக அங்கே போயிருந்தேன். അദ്ദേഹം 9 മണിക്ക് സമയം തന്നിരുന്നു. அந்த ஆள் 9 മണി സമയം തന്നിരുந்தார். അപ്പോൾ അവർ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു 9:01 ആയാൽ നിങ്ങൾക്ക് അകത്ത് പ്രവേശനമില്ല, ഡോർ ക്ലോസ് ചെയ്യും. அந்த அவர் ஏற்கனவே சொல்லி இருந்தார், 9 മണി 1 നിമിഷമാனால் உங்களுக்கு உள்ளே பிரவேசனம் இல்லை, கதவை அடைப்போம். അദ്ദേഹം സുപ്രീം കോടതിയിലെ വക്കീലാണ്. அந்த ஆள் சுப்ரீம் கோர்ட்டிலே வக்கீல். 5 മിനിറ്റ് സംസാരിക്കാൻ അദ്ദേഹത്തിന് 50,000 രൂപയാണ് ഫീസ്. 5 நிமிடங்கள் பேசுவதற்கு அவருக்கு 50,000 ரூபாய்
ഫീസ്. ഹല്ലേലൂയ. ആമേൻ. വല്ലതും ചിന്തിക്കുന്നു, ലോകത്തിലെ കാര്യമല്ല നമ്മൾ അറിയുന്നുണ്ടോ? ഉലകത്തിൻ കാര്യങ്ങളെ നാം പുരിந்துകൊള്ളുகிறோமா? 9:1 അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. ആ കാര്യം പിന്നെ കുറെ മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റും. 9:1 അവരെ பார்க்க முடியாது. പിന്നെ അതേ വിഷയത്തെ ചില മാസങ്ങൾക്ക് പിറകുதான் നാം സന്ധിக்க முடியும். നമ്മുടെ കർത്താവ് എത്ര കരുണയുള്ള ദൈവം! നമ്മുടെ ആണ്ടവർ എവ്വളോ ഇറക്കമുള്ള ദൈവം. 1 രൂപ പോലും നമ്മളെടുത്ത് വാങ്ങാതെ 1 രൂപ കൂടെ വാങ്ങാതെ 10 മണിക്കുള്ള ആരാധനയ്ക്ക് 10:45 വന്നിട്ടും 10 മണിക്കുള്ള ആരാധനയ്ക്ക് 10:45 വന്നിട്ടും നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാം കർത്താവ് കേട്ടു. കൃപയാൽ ജപിച്ചതാണ് ജപത്തെ എല്ലാം அந்த இரக்கமுள்ள ஆண்டவர் ഈ കേട്ടു. 2026 നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം വരട്ടെ. இந்த 2026 നമുക്ക് നമ്മുടെ வாழ்க்கையில் ഒരു മനം തിരുമ്പൽ ഉണ്ടാകട്ടെ. ഓരോ ആരാധനകളിലും കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയണം. ഒവ്വൊരു ആരാധനകളിലും ആണ്ടവരെ നമുക്ക് பார்க்க முடிய வேண்டும். ഈ മറിയ അവിടെ വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ അവൾ വ്യാകുലത്തോടെ യേശു അവളുടെ അടുക്കൽ പ്രത്യക്ഷമായി. യേശു അവൾ മുൻപാക വെളിപ്പെട്ടു. യേശു അവളുടെ പേര് വിളിക്കുകയാണ്. യേശു അവളുടെ പേര് ചൊല്ലി കൂപ്പിട്ടു. മറിയേ എന്ന് വിളിക്കുന്നു. മറിയാളേ എന്ന് കൂപ്പിട്ടു. അവൾ ആവേശത്തിൽ യേശുവേ എന്ന് വിളിച്ച് യേശുവിനെ തൊടാൻ പോയി. അവൾ വെപ്രാളത്തിൽ യേശുവേ എന്ന് കൂപ്പിട്ട് അവനെ തൊടാൻ പോനാൾ. എന്നാൽ യേശു പറഞ്ഞു, എന്നെ നീ തൊടരുത്. യേശു சொன்னாரே തൊടാതെ. ഞാൻ പിതാവിന്റെ അടുക്കൽ കയറി പോയില്ല. ഞാൻ പിതാവിനിടത്തിൽ ഇതുവരെ ഏറി പോകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം என்ன? ഉയർത്തെഴുന്നേറ്റാൽ ആദ്യം പിതാവിന്റെ അടുക്കൽ പോകണം. ഉയർത്തെഴുന്നേറ്റാൽ മുതലാവത് പിതാവിൻ പക്കത്തിൽ പോക வேண்டும். അവിടെ ചെന്നിട്ട് റിട്ടേൺ വന്ന് ഇവരെ കാണാൻ വ്യവസ്ഥയുള്ളൂ. അങ്ങേ പോയിട്ട് தான் അവരുടെ മുൻപാக പോയി നിന്നിട്ട് தான் திருப்பி വര അങ്ങേ ആമേശ്വത്ര അതുള്ള അനുമതി ഉണ്ട്. എന്നാൽ യേശുവിനെ കാണാനുള്ള ആർത്തി കൊണ്ട് ഹൃദയവാഞ്ച കൊണ്ട് നിൽക്കുന്ന മറിയെ വിട്ടിട്ട് പോകാൻ എന്റെ യേശുവിന് മനസ്സുണ്ടായില്ല. എന്നാൽ അവരെ பார்க்க வேண்டும் என்ற அதிக வாஞ்சையோடு இருக்கிற മറിയാളെ വിട്ടുവിട്ട് അവർക്ക് പോക മനമരവില്ലേ എന്ന് പറഞ്ഞാൽ നീ കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നു എങ്കിൽ ആമേൻ, വ്യവസ്ഥ തെറ്റിച്ചു പോലും നിന്നെ കാണുവാൻ എന്റെ കർത്താവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവരെ കാണ വേണ്ടുമെന്നുള്ള അതിവാഞ്ചை அதிக விருப்பம் நமக்கு இருக்கிறது என்றால் தேவனுடைய பிள்ளைகளே அந்த நியமத்தை மாற்றி வைத்துவிட்டு நமக்காய் இறங்கி வருவார். ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ ആഗ്രഹം അറിയുന്ന ഒരു കർത്താവ്, உங்களுடைய இதயத்தின் தேவைகளை அறிகிற கர்த்தர், നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച അറിയുന്ന കർത്താവ്, നമ്മുടെ இதயத்தின் வாஞ்சைகளை அறிகிற தேவன். ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 9:21 വാക്യം. മത്തായി 9:21 വചനം. അവിടെ ഒരു സഹോദരി, അങ്ങേ ഒരു സഹോദരി, അവൾ നീണ്ട കാലങ്ങളായി രോഗം അനുഭവിക്കുന്നവളാണ്. അവൾ അനേക നാட்களாய் ഒരു വ്യാധി അനുഭവിച്ചുകൊണ്ടിരുന്നു. അവളുടെ രോഗം അവളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവളുടെ அந்த വ്യാധി അവളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ രോഗം അവളെ വേദനപ്പെടുത്തിക്കൊണ്ടിരുന്നു. அந்த വ്യാധി അവളെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ രോഗം അവളെ കൊല്ലുന്ന അവസ്ഥയിൽ വന്നെത്തിച്ചു. அந்த വ്യാധി അവളെ കൊല്ലുகிற அளவில் വന്നത്. എന്നാൽ ആ സമയത്ത് அந்த വേളയിൽ യേശു അതുവഴി വരുന്നു എന്നറിഞ്ഞിട്ട് യേശു அந்த വഴിയായി വരുகிறார். അവൾ ഹൃദയത്തിനകത്ത് ഒരു കാര്യം ചിന്തിച്ചു. അവൾ ഹൃദയത്തിലെ ഒന്നേ നിனைத்தாள். യേശുവിന്റെ കയ്യെ തൊടണ്ട. യേശുവെ കയ്യെ തൊട വേണ്ട. യേശു എന്റെ തലയിലും തൊടണ്ട. യേശു എൻ തലയിലും തൊട വേണ്ട. എന്റെ യേശുവിന്റെ വസ്ത്രത്തിൽ എനിക്കൊന്ന് തൊടാൻ പറ്റിയാൽ എൻ കർത്തരുടെ വസ്ത്രത്തിൽ ഓരത്തെ ഞാനൊന്ന് തൊട ഓ, എനിക്കൊരു വിടുതലുണ്ടാകും, എനിക്ക് സൗഖ്യമുണ്ടാകും. ഇന്ന് രാത്രികാലം അതുപോലുള്ള വിശ്വാസം ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടെങ്കിൽ அப்படிப்பட்டதான விசுவாசம் இந்த இரவு வேளையில உங்களுக்கு இருக்குமானால் എന്റെ കർത്താവ് ഇതിനകത്ത് നെടുകയും കുറുകയും നടകൊള്ളുകയാണ്. നമ്മുടെ ആണ്ടവർ നീളത്തിലും കുറുകയുമായി இந்த இரவு வேளைയിൽ നടക്കறார். ഒന്നാമത്തെ ദിവസം രാത്രിയിൽ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശു കർത്താവ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. இந்த முதல் நாள் இரவு வேளையில் உன் வியாதியை சுகமாக்க கர்த்தர் இங்கே வந்திருக்கிறார். ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ഈ ദേശത്തിൽ എവിടെയെങ്കിലും ഈ ഓൺലൈനിൽ കൂടെ വീടുകളിൽ ഇരുന്ന് ആരെങ്കിലും ശ്രവിക്കുന്നെങ്കിൽ, இந்த சத்தம் கேட்கிற அந்த தேசத்தில் எங்கேயாவது இந்த ஆன்லைன் வழியாக எங்கேயாவது இருந்து கேட்கிறவர்கள் உள்ளார்கள். നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വീട്ടിനകത്തായിരിക്കുന്നു എങ്കിൽ, நீங்கள் வேதனையோடு உங்கள் வீட்டில் இருந்து கொண்டிருக்கிறீர்கள் என்றால் യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ. இயேசுவின் நாமத்தில் இரவிலே கூப்பிட்டு சொல்லுகிறேன். വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, இந்த வசனம் கேட்டுக்கொண்டிருக்கும் போதே നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യം, என் சகல வியாதிகளை குணமாக்குற கர்த்தருடைய வல்லமை നിങ്ങളുടെ ശരീരത്തിനകത്തളങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. உங்களுடைய சரீரத்தின் உள்பாகங்களிலே ഇപ്പോൾ ஊடுருவிப்பாய். നിങ്ങളുടെ വീട്ടിനകത്ത് അത് വ്യാപരിക്കുകയാണ്. உங்களுடைய வீட்டிலே அது ഈ വ്യാപരിக்கிறது. ഗ്രൗണ്ടിൽ ഇന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. இந்த கிரவுண்டில் அந்த தேவ சமூகம் உலாவிக் ഓ, கொண்டிருக்கிறது. ഈ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന സകല വ്യക്തികളുടെ മേലും ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. இந்த சத்தத்தின் எல்லைக்குள்ளே கேட்டுக்கொண்டிருக்கிற அத்தனை பேருடைய மேலும் அந்த வல்லமை வியாபரிக்கிறது. വർഷം എത്രയാ എന്നുള്ളത് ദൈവത്തിനൊരു വിഷയമല്ല. எவ்வளவு காலப்பழக்கமானது என்பது கர்த்தருக்கு விஷயமல்ல. ഓ, വൈദ്യന്മാര് പരാജയപ്പെട്ടത് ദൈവത്തിനൊരു വിഷയമല്ല. எத்தனை வைத்தியர்கள் கைவிட்டார்கள் என்பது கர்த்தருக்கு விஷயமல்ல. മെഡിസിൻ പരാജയപ്പെട്ടത് ദൈവത്തിനൊരു വിഷയമല്ല. மருந்துகள் பிரயோஜனம்
തരപ്പെടാത്തത് കർത്തർക്ക് വിഷയമല്ല. ഇന്ന് രാത്രിയിൽ കർത്താവ് എന്നെ വിടുവിക്കുമെന്നൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, இந்த சத்தம் கேட்கும்போது என் ஆண்டவர் என்னை விடுவிப்பார் என்ற ஒரு விசுவாசம் மட்டும் இருக்குமானால், ഒരു വിശ്വാസം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, ഒരു ഉറുതിயான വിശ്വാസം உன் இதயத்தில் இருக்குமானால், ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. இந்த இரவு வேளையிலே கர்த்தர் உன்னை குணமாக்குகிறவர். ഈ രാത്രിയിൽ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. இந்த இரவு வேளையிலே அவர் ഈ குணமாக்குகிறவர். രാത്രിയിൽ അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. இந்த இரவு வேளையிலே அவர் அற்புதம் செய்கிறவர். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സഹോദരി വിശ്വസിച്ചു. அந்த സഹോദരി നമ്പിനാൾ. ആ സഹോദരി ഹൃദയത്തിനകത്ത് ഒരു തീരുമാനമെടുത്തു. அந்த സഹോദരി இதயத்துக்குள்ள ஒரு தீர்மானம் எடுத்தாள். എന്റെ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ, இயேசு கிறிஸ்துவின் வஸ்திரத்தை தொட்டாள், ഓ എനിക്ക് സുഖമുണ്ടാകും. தொட்டால் எனக்கு சுகம் கிடைக்கும். അതുവരെ അവൾ അങ്ങനെ ഒരു പദം കേട്ടിട്ടില്ല. அதுவரைக்கும் அப்படிப்பட்டதான ஒரு பதத்தை அவள் கேள்விப்படவே இல்லை. അതുവരെ അങ്ങനെ ഒരു സംഭവം അവളോട് ആരും പറഞ്ഞിട്ടുമില്ല. அப்படிப்பட்டதான ஒரு சம்பவத்தை அதுவரை அவளிடத்தில் யாரும் சொல்லவும் இல்லை. അവളുടെ വിശ്വാസം വലിയ വിശ്വാസമായിരുന്നു. ஆனால் அவளுடைய விசுவாசம் மிக பெரியதா இருந்தது. ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, பைபிள் எடுத்துக்கொண்டு நடக்கிற தேவ பிள்ளையே, നിന്റെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ്? உன்னுடைய விசுவாசம் எப்படிப்பட்டதா இருக்கிறது? കാലാകാലമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, காலகாலங்களா ஆராதித்துக் கொண்டிருக்கிற தேவ பிள்ளையே, നിന്റെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ്? உன்னுடைய விசுவாசம் எப்படிப்பட்டதா இருக்கிறது? ഇന്ന് രാത്രിയിൽ ആകമഴിഞ്ഞ് കർത്താവിനെ വിശ്വസിക്കുമെങ്കിൽ, இருதய തുറന്ന് இந்த இரவு வேளையிலே கர்த்தரை விசுவாசிப்பாய். പൂർണ്ണമായി കർത്താവിനെ വിശ്വസിക്കുമെങ്കിൽ, പൂർണ്ണമായി കർത്തரை വിശ്വാസിപ്പാய். ഈ രാത്രിയിൽ തന്റെ വചനമയച്ചവൻ നിന്നെ വിടുവിക്കുന്ന ദൈവം, இந்த இரவு வேளையிலே தம்முடைய வசனத்தை அனுப்பி அவரை വചനമയച്ച് குணமாக்குவார். സൗഖ്യമാക്കുന്ന ദൈവം, വസനം അനുപ്പി ഗുണമാക്കുന്ന ദൈവം, നിന്റെ രോഗത്തിന്റെ അടിസ്ഥാന വ്യാപാരത്തെ ഈ രാത്രിയിൽ അഴിച്ചു കളയുന്ന ദൈവം, ഉരുടെ വ്യാധിയുടെ ആണി വേറെ இந்த இரவு வேளையிலே പിടിച്ചെടുക്കുന്ന ദൈവം. ആ കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറ. കരങ്ങൾ അടിച്ച് എല്ലാവരും കർത്തരെ തുതിക്കണം. കരങ്ങൾ അടിച്ച കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യും. എല്ലാവരും വായ് തുറന്ന് കൈകൾ അടിച്ച് കർത്തരെ ശരീരങ്ങൾ സ്തോത്രം ദൈവ ചെയ്യുന്നു. സാന്നിധ്യം വ്യാപരിക്കട്ടെ. ദേവ സമൂഹം ഉലാവട്டும். ആ ശരീരങ്ങൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ശരീരങ്ങളിലെ കർത്തരുടെ മഹിമ വെളിപ്പെടട്ടെ. ബലഹീനപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ബലഹീനപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളിലെ കർത്തരുടെ വല്ലമൈ തോടട്ടെ. രാത്രിയിൽ വിടുതൽ വെളിപ്പെടുകയാണ്. കർത്തരുടെ വിടുതൽ വെളിപ്പെടുகிறது. ഹല്ലേലൂയ. ആമേൻ. എന്താ സംഭവിച്ചത്? എന്നാ നടന്നത്? യേശു കർത്താവ്, യേശു കർത്തർ തന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ, അവരുടെ ശരീരത്തിൽ നിന്ന് വല്ലമൈ പുറപ്പെട്ടത് എന്ന് അറിഞ്ഞപ്പോൾ യേശു അവിടെ നിന്നു. യേശു അകെ നിന്നാർ. മനസ്സിലായോ? പുരിന്തതാ? അപ്പൊ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. യേശുവിൽ നിന്ന് വല്ലമൈ പുറപ്പെട്ടത്. നിങ്ങൾ സൗഖ്യമാകണമെങ്കിൽ ദൈവശക്തി വ്യാപരിക്കണം. നിങ്ങൾ ഗുണമാക വേണ്ടുമെന്നാൽ കർത്തരുടെ വല്ലമൈ വെളിപ്പെട வேண்டும். മെഡിസിൻ പരാജയപ്പെട്ടത്, നിങ്ങൾ വിടുവിക്കപ്പെടണമെങ്കിൽ ദൈവശക്തി വ്യാപരിക്കണം. മരുന്ന് തോറ്റുപോനത്, മരുത്തുവം തോറ്റുപോനത് നിങ്ങൾ വിശ്വാസിപ്പീர்கள் എന്നാൽ ദേവ വല്ലമൈ വെളിപ്പെടും. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? എത്ര പേര് ആമേൻ എന്ന് ചൊല്ലുகிறீர்கள்? ആ ശക്തി ഭയങ്കര ശക്തിയാണ്. അത് പെരിയ വല്ലമൈ. അത് മെഡിസിന് ചെയ്യാൻ പറ്റാത്തത് ആ ദൈവശക്തി ചെയ്യും. അത് മരുന്നുകളാൽ ചെയ്യ മുടിയാത്തത് അന്ത ദേവ വല്ലമൈ ചെയ്യും. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗമാണെങ്കിലും ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ആ മരുന്നേ ഇന്നും കണ്ടുപിടിക്കവില്ല ഉലകം എന്താലും ആമേ വ്യാധിയെ സൗഖ്യമാക്കുകവൻ നമ്മുടെ കർത്തർ. ആമേൻ. എന്റെ അമ്മ ഇന്നും ജീവനോടുണ്ട്. என்னுடைய தாயார் இன்னும் உயிரோடு இருக்கிறார்கள். സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപ്, ചില ആണ്ടുകൾക്ക് മുൻപ് അവർക്ക് പെട്ടെന്ന് ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, രോഗം വന്നു. അവർക്ക് ശരീരത്തിൽ ഒരു ബലഹീനം വന്നത്. ആ രോഗം നിമിത്തം ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവരെ ആശുപത്രിക്ക് കൊണ്ടുപോന്നു. സ്കാൻ എടുത്തു. സ്കാൻ പണി പാർത്തു. ഒന്നും ആമേൻ മനസ്സിലാകുന്നില്ല ഡോക്ടേഴ്സിന്. ഡോക്ടർമാർക്ക് ഒന്നും പുരിയവില്ലേ. എന്നാൽ അവസാനം അമ്മയുടെ ജീവൻ പോകുമെന്ന കണ്ടീഷൻ വന്നപ്പോൾ, അമ്മയുടെ ഉയിർ പോയിവിടും എന്നതാണ് നിലമേ വന്നപ്പോൾ, ആമേൻ, ആശാരിപ്പള്ളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞു നാളെ സർജറി ചെയ്യാം. ആശാരിപ്പള്ളം മരുത്തുവക്കരയിലുള്ള കല്ലൂരിലുള്ള ഒരു ഡോക്ടർ சொன்னார் നാളെ ഓപ്പറേഷൻ பண்ணலாம். അവിടെ വയറിൽ നിന്ന് മോഷനൊന്നും പുറത്തു പോകുന്നില്ല, വയറെല്ലാം വീർത്ത് ആള് മരിക്കാറായി. അവരുടെ വയറ്റിലിരുന്ന് മലം ഒന്നും വെളിയെ പോകവില്ലേ, அப்படியே വയറെല്ലാം വീങ്ങി அப்படியே മരണത്തരുവായിൽ இருக்கிறார்கள். സ്കാൻ എടുത്തിട്ട് സ്കാനിൽ ഒന്നും തെളിയുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഡോക്ടർ പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല. സ്കാൻ പണി പാർത്തു ഒന്നുമേ അതിൽ തെളിയവില്ലേ. ഡോക്ടർമാർ ചൊല്ലുகிறார்கள் എங்களுக்கு ഒന്നും പുരിയവില്ലേ. ആമേൻ. എന്നാൽ അടുത്ത ദിവസം രാവിലെ സർജറി നടന്നു. മറുനാൾ കാലയിലെ ഓപ്പറേഷൻ നടന്നത്. ആമേൻ. ഏകദേശം 1-2 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു. ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ കൂപ്പിട്ടാர்கள். അദ്ദേഹം എന്നോട് പറഞ്ഞു, അവർ சொன்னார்கள், നിങ്ങളുടെ അമ്മയുടെ കുടലിൽ ക്യാൻസർ വന്നിരിക്കുകയാണ്. ഉங்கள் തായാരുടെ കുടലിൽ ക്യാൻസർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആ അമ്മ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ആകയാൽ അന്ത അമ്മ തപ്പി പിழைப்பதற்கு ഇനി ரொம்ப കഷ്ടംதான். ആമേൻ. എങ്കിലും ഞങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാം. ആനാലും ഞങ്ങൾ ഒരു മരുത്തുവം ചെയ്യുകയും നിങ്ങളുടെ അമ്മയുടെ കുടലിന്റെ ഭാഗങ്ങളെ കട്ട് ചെയ്ത് കളയാം. ഉങ്ങളുടെ അമ്മാവനുடைய
അവരുടെ കുടലുള്ള ചില പകുതികളെ വെട്ടി മാറ്റുവോ? എന്നിട്ട് ആമേൻ ആ അവസാനം ആ കുടലിന്റെ ഒരു ഭാഗം ഇവിടെ ഒരു ഹോൾ ഇട്ട് ഈ സൈഡ് കൊണ്ടുവന്ന് പിടിപ്പിച്ചു. பிறகு இந்த ஓரத்திலே ஒரு பாகத்தை அந்த குடலுடைய ஒரு பாகத்தை கொண்டு வந்து வெளியே ஓபன் பண்ணார்கள். സമയം ചുരുക്കമുണ്ട്, ഞാൻ വേഗത്തിൽ പറയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വേഗത്തിൽ പറയുന്നു. நிறைய சொல்ல வேண்டுமானாலும் சுருக்கமா சொல்லுகிறேன். അദ്ദേഹം പറഞ്ഞു അങ്ങനെ സർജറി ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമാണോ? அப்படி செய்வது உங்களுக்கு விருப்பம் தானா? അപ്പൊ ഞാൻ പറഞ്ഞു വേറെ നിവൃത്തിയില്ല, അമ്മയെ ജീവനോടെ കിട്ടണം. അതുകൊണ്ട് പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, വേറെ വഴിയില്ല, തായാരെ ഉയിരോടെ എங்களுக்கு வேண்டும். എന്ന രോഗം ഇന്നതാണെന്ന് കേട്ടപ്പോൾ ആകെ തകർന്നു പോയി. എന്നാൽ ഇന്ന രോഗം എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ വേദനപ്പെട്ടു പോയി. കർത്താവ് എന്ത് ചെയ്യുമെന്ന് ദൈവത്തോട് ചോദ്യം ഉയർത്തി. ആണ്ടവരെ എന്നെ ചെയ്வோம் എന്ന് കർത്താവിനെ കേൾവി എഴുപ്പി. സർജറി കഴിഞ്ഞു, അവരെ വാർഡിലോട്ട് ഐസിയുവിലാക്കി. ഐസിയുവിന്ന് വാർഡിലോട്ട് കൊണ്ടുവന്നു. ചില നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വിട്ടു. ഓപ്പറേഷൻ മുടിந்து ഐസിയുവിൽ കൊണ്ടുപോയി അങ്ങിരുന്ന് വാർഡിൽ അനുപ്പി പിറകു വീട്ടിൽ അനുപ്പിനാர்கள். ആ വീട്ടിലേക്ക് ഞങ്ങൾ വിടുന്ന സമയത്ത് വീട്ടിൽ അനുപ്പും വേളയിൽ അദ്ദേഹം പറഞ്ഞു 21 ദിവസം ആകുമ്പോൾ 21 നാളുകളാകുമ്പോൾ ഒന്നാമത്തെ കീമോതെറാപ്പി ചെയ്യണം. മുതലാവത് കീമോതെറാപ്പി ചെയ്യ വേണം. അതിനായി നിങ്ങൾ കൊണ്ടുവരണം. അതിനെ കൊണ്ടുവര വേണം. അപ്പോ ആമേൻ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ആ വിവരത്തെ കുറിച്ച് തിരക്കിയപ്പോൾ அந்த കാര്യത്തെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കീമോതെറാപ്പി ചെയ്താൽ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. அந்த കീമോതെറാപ്പി ചെയ്താൽ മുടിയെല്ലാം പൊഴിഞ്ഞു വിടും. അപ്പൊ ദേശക്കാരെല്ലാം അറിയും പെന്തക്കോസ് ആലയത്തിൽ പോയവർക്ക് ഇന്ന രോഗം വന്നിരിക്കുകയാണ്. ചുറ്റുവട്ടാരങ്ങളുള്ളവരെല്ലാം പുരിந்து വിടും. പെന്തക്കോസ് ആരാധനയ്ക്ക് പോയിട്ടിരുന്നവർക്ക് இந்த വ്യാധി വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതും വീണ്ടും ഒരു ഭാരമായി. അതും എനിക്ക് ഒരു വേദനയാണത്. എന്തായാലും ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആനാലും ദൈവസമൂഹത്തിൽ ഞങ്ങൾ ജപിച്ചു. ജീവനും മരണത്തിനും അധികാരിയായ നമ്മുടെ കർത്താവ്, ജീവനുക്കും മരണത്തിനും അധികാരി നമ്മുടെ ആണ്ടവർ. എന്താണ് സംഭവിച്ചെന്ന് അറിയണ്ടേ? എന്നടന്ന് തെരിയുമാ? ഒന്നാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞു. മുതലാവത് കീമോതെറാപ്പി മുടിഞ്ഞു. രണ്ടാമത്തെ കീമോതെറാപ്പി ഇടയിലൊക്കെ ഒത്തിരി കാര്യമുണ്ട്, ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, അതൊന്നും പറയാൻ നേരമില്ല. രണ്ടാമത്തെ കീമോതെറാപ്പിക്കായി പോയി. രണ്ടാമത് കീമോതെറാപ്പിക്കായി പോന്നു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടർ சொன்னார்கள், നിങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര വിടുതൽ നടക്കുകയാണ്. നിങ്ങളുടെ തായാർക്ക് ഭയങ്കരമായ വിടുതൽ. സാധാരണ ഒരു കീമോതെറാപ്പി ചെയ്താൽ അടുത്ത കീമോതെറാപ്പി ചെയ്യാൻ വെയിൻ കിട്ടത്തില്ല, ശരീരം ക്ഷീണിച്ചു പോകും, അല്ലെങ്കിൽ ശരീരം വീർത്തു പോകും, എന്തെങ്കിലും ഒരു വിഷയം നടക്കും. സാധാരണമായി നടപ്പത് എന്നവെന്നാൽ ഒരു കീമോതെറാപ്പി മുടിந்து രണ്ടാമത് ചെയ്യുന്ന വേളയിലെ അന്ന് നരമ്പുകൾ ഒന്നും കിടക്കാതെ എന്ന് சொன்னார் അവർ. എന്നാൽ നിങ്ങളുടെ അമ്മയ്ക്ക് അത്ഭുതം നടക്കുകയാണ്. ஆனால் உங்களுடைய தாயாருக்கு ஒரு അത്ഭുതം നടക്കുന്നത്. യാതൊരു പ്രശ്നവും അവർക്ക് കാണുന്നില്ല. എന്ത് പ്രശ്നവും അവരുടെ കാണാൻ முடியவில்லை. അതുകൊണ്ട് 21 ദിവസത്തിനകത്ത് 2 എണ്ണം വെച്ച് നമുക്ക് എടുക്കാം. ആകയാൽ 21 നാളുകൾക്കുള്ളിൽ 2 എണ്ണം വീതം എടുക്കാം. അങ്ങനെ 7 കീമോതെറാപ്പി എടുത്തു. അപ്പോൾ 7 കീമോതെറാപ്പി എടുത്താர்கள். അടുത്ത അദ്ദേഹം ഒരു സർജറിക്ക് വേണ്ടി അടുത്തൊരു ദിവസം തീരുമാനിച്ചു. മറുപടി ഒരു ഓപ്പറേഷനുക്കാக ഒരു നാളെ തീരുമാനിച്ചാர்கள். അതിന്റെ തലേ ദിവസം ഒരു MRI സ്കാൻ എടുത്തു വയറിൽ. அதற்கு முந்தின நாள் ஒரு MRI ஸ்கேன் பண்ணார்கள். ആ സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ട് அந்த ரிப்போர்ட்டை பார்த்து അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, அவர் இப்படி சொன்னார், ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. தேவன் அற்புதம் செய்திருக்கிறார். ക്യാൻസറിന്റെ ഒരു അംശവും ആ ശരീരത്തിനകത്തില്ല. ക്യാൻസറിന് ഒരു ചെറു കണിക പോലും அந்த ശരീരത്തിൽ ഇല്ല. സാധാരണ കത്തി വെച്ചാൽ അത് ശരീരത്തിലെല്ലാം പടരേണ്ടതാണ്. സാധാരണമായി നടപ്പത് കത്തി വയ്ത്താൽ അത് ശരീരത്തിലെല്ലാം പടരും. എന്നാൽ ഇവിടെ ഒരു പകർച്ചയുമില്ല. ആമേൻ, അതിനകത്ത് അത്ഭുതം നടന്നിരിക്കുകയാണ്. ஆனால் உங்கள் தாயாருடைய ശരീരത്തിലെ அப்படி எந்த പകർച്ചയും ഇല്ല, അത്ഭുതം നടന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഈ സ്കാൻ റിപ്പോർട്ട് ഒരു വിശ്വാസമായിരുന്നില്ല. അവർക്ക് அந்த സ്കാൻ റിപ്പോർട്ടിലെ നம்பிക്കയില്ല. വീണ്ടും വയറിനെ ആമേൻ മുകൾ മുതൽ താഴെ വരെ രണ്ടായിട്ട് പിളർന്നു. മറുപടിയും സർജറി ചെയ്തു. അവരുടെ വയറെ ഓപ്പറേഷൻ பண்ணி அப்படி പിളർந்தார்கள். എല്ലാ ഭാഗത്തും അദ്ദേഹം നോക്കി. എല്ലാ ഭാഗങ്ങളിലും பார்த்தார். ദൈവകൃപയാൽ രോഗത്തിന്റെ യാതൊരു അംശവും അതിനകത്തില്ല. ദൈവത്തിന്റെ പെരിയ കൃപയാൽ அந்த വ്യാധിയിൽ യാതൊരു അംശവും ഇല്ല. വീണ്ടും സാധാരണ മനുഷ്യനെ പോലെ അവർ ആ കുടലിന്റെ ഭാഗത്ത് വീണ്ടും ക്രമീകരിച്ച് സർജറി കഴിഞ്ഞു. അമ്മ ഇന്നും കൃപയാൽ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. മറുപടിയും സാധാരണ മനുഷ്യരെ പോലെ அந்த കാര്യങ്ങളെല്ലാം ശരി ചെയ്താர்கள். അമ്മ ഇന്നും സന്തോഷമായി ഇരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ രോഗം എത്ര വലുത് ദൈവത്തിനൊരു വിഷയമല്ല. ആകെ ധൈര്യത്തോടെ இந்த இரவு வேளையில கூப்பிட்டு சொல்லுகிறேன், உன் வியாதி எவ்வளவு கடினமானதா இருந்தாலும் கர்த்தருக்கு விஷயமല്ല. എത്ര കാലപ്പഴക്കമുണ്ടെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. எவ்வளவு காலப்பழக்கமுள்ளதா இருந்தாலும் ஆண்டவருக்கு பெரிய காரியமில்லை. ഓ, സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി നീ നോക്കാൻ തയ്യാറായാൽ, ഗുണമാകുമ്പടിക്ക് നീ ഇന്ന് രവിലെ കർത്തരുടെ മുഖത്തെ നോക്കി പാർപ്പായാണ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കാൻ തയ്യാറായാൽ, ഉന്നെ ഗുണമാക്കുന്ന കർത്തരുടെ മുഖത്തെ നോക്കി പാർക്കാൻ നീ ആയത്തമാണ്. യേശു എന്നെ വിടുവിക്കണമെന്ന അകമഴിഞ്ഞ വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ, യേശു എന്നെ വിടുവിപ്പാറിന്റെ ഹൃദയം തുറന്ന് വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുമാണ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. ആണ്ടവർ നിങ്ങളെ വിടുവിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിഷയം സക്കായി യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ആഗ്രഹിച്ചു. നമ്മുടെ വിഷയം യേശു
எப்படிப்பட்டவர் என்று சகை விரும்பினார் பார்க்க வேண்டும் என்று. നമ്മുടെ സമയം തീർന്നു. ഒന്നാമത്തെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നമ്മുടെ കർത്താവ് അറിയുന്ന ദൈവമാണ്. സമയമാകിവിട്ടത്. മുതലാவது കാര്യം മാത്രം താൻ ധ്യാനിച്ചു, നമ്മുടെ കർത്തർ എല്ലാം അറിയുന്നത്. അവൻ നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. അവർ നമ്മുടെ ഹൃദയം അറിയുന്നവർ. അവന്റെ ഹൃദയ വാഞ്ചയെ അറിയുന്നവർ. അവന്റെ ഹൃദയത്തിൽ വാഞ്ചയെ അറിയുന്നവർ. നമ്മുടെ രോഗത്തിന്റെ അവസ്ഥകളെ അറിയുന്നവർ. നമ്മുടെ വ്യാധി നിലമകളെ അറിയുന്നവർ. രാത്രി നമ്മെ അറിയുന്ന കർത്താവ് ഇതിനകത്തുണ്ട്. இந்த இரவுல நம்மை ஆராய்ந்து அறிகிற கர்த்தர் இங்கே இருக்கிறார்.